ഹായ് മക്കളെ, നമസ്കാരം. ഹോപ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സമീപകാലം നടന്ന പരീക്ഷകളുടെ 10 മാത്സ് ആൻഡ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് PSC വളരെ റയറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തൊട്ട് എന്നാൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സമയം കളയുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. 5/100 തുല്യമായിട്ടുള്ള സംഖ്യ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. 5/100 തുല്യമായിട്ടുള്ള സംഖ്യ. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5/100 തുല്യമായിട്ട്, ഇതിന് തുല്യമായിട്ട് വരുന്നതിനകത്ത് ഏത് ഓപ്ഷൻ ആണെന്ന് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. നമ്മുടെ എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. a/m ഇൻറ്റു a/n ഈക്വൽ ടു a/m പ്ലസ് n എന്ന് പറയും. മനസ്സിലായല്ലേ? a/m ഇൻറ്റു a/n പ്ലസ് n. ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ വന്നാൽ പൊതുവായിട്ടൊരു ബേസ് എടുത്തുകൊണ്ട് അവയുടെ പവറുകൾ തമ്മിൽ കൂട്ടുക. ഒരേ ബേസുള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ടൊരു ബേസ്, ഈ താഴെയുള്ളതാണ് ബേസ്, മുകളിലുള്ളതിനെ പവർ എന്ന് പറയുന്നത്. അപ്പൊ എന്തുവാ? ഈ എ ബേസാ, ഈ എം പവറാ, ഈ എ ബേസാ, എൻ പവറാ. ഒരേ ബേസുള്ള രണ്ട് സംഖ്യകൾ ഇതാ ഗുണിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കൂട്ടുക. അതാണ് ഇക്വേഷൻ പറയുന്നത്. ഉദാഹരണം നോക്കിയാൽ 2/3 ഇൻറ്റു 2/5. ഓക്കെ ആണല്ലോ? ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യകൾ 2 ആണ്. നമ്മൾ പൊതുവായിട്ടൊരു ബേസ് ആയ 2 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന പവർ ആയ 3യും 5 കൂടെ കൂട്ടുക. അപ്പോൾ 2/8 തുല്യം. അപ്പോൾ 2/3 ഇൻറ്റു 2/5 എന്ന് പറയുന്നത് 2/8 തുല്യമാണ്. അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5/100 തുല്യമായിട്ടുള്ള ഒരു സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഇവിടുത്തെ ബേസ് നോക്കിയേ, ഇവിടുത്തെ ബേസ് 5. ഇവിടുത്തെ ബേസ് 5. ഒരേ ബേസുള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കാൻ വന്നേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം 5/50 ഇൻറ്റു 5/50. ഒരേ ബേസുള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ടൊരു ബേസ് ആയ 5, ഇവിടെ എക്ക് പകരം ഇവിടെ രണ്ടിടത്തും 5, പൊതുവായിട്ട് 5 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന പവർ ആയ 50ഉം 50 കൂടെ കൂട്ടാം. നമുക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 5/50 50 കൂട്ടുമ്പോൾ 100 എന്ന് കിട്ടും. 5/100. ഓക്കെ ആണല്ലോ? 5/100 ആണ് എന്ന് പറഞ്ഞാൽ 5/50 ഇൻറ്റു 5/50. ഒരേ ബേസുള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ കൂട്ടുക. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ വന്നത്. ഇവിടെ കൂട്ടുമ്പോൾ 5, 50, 20, 5 കൂടെ കൂട്ടുമ്പോൾ 25 എന്നാണ് കിട്ടുന്നത്. ഇവിടെ കിട്ടുമ്പോൾ നമുക്ക് എന്തുവാ, നമുക്ക് ഇത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. 5/50 ഇൻറ്റു 5/50 ആകുമ്പോൾ രണ്ടിടത്തുനിന്ന് കോമൺ ആയിട്ട് 5/50 എടുത്തിട്ട് 1+1 എന്ന് വെച്ചാൽ 2 കിട്ടും. 5/50 ഇൻറ്റു 2 എന്നുള്ളൊരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെയാണ് ഇവിടെ, അതേപോലെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 5/100 തുല്യമായിട്ടുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ 5/50 ഇൻറ്റു 5/50 ആണ്. a/m ഇൻറ്റു a/n സമം a/m പ്ലസ് n എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 280 മീറ്റർ നീളമുള്ള ട്രെയിൻ 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. 270 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? 280 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനാണ്. ഓക്കെ ആണല്ലോ? അതിന്റെ സഞ്ചാര വേഗത, സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h. അത് മറികടക്കേണ്ടത് 270 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ്. എങ്കിൽ അതിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ട് 280 മീറ്റർ. 280 മീറ്റർ ആണ് ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോമിന്റെ നീളം തന്നിട്ടുണ്ട് 270 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഒരു ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം മാത്രം ഓടിയാൽ മതി. ട്രെയിനിന്റെ നീളമാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ട്രെയിൻ, ആള്, പോസ്റ്റ്, മരം. മനസ്സിലായല്ലോ? ഇനി ഒരു ട്രെയിൻ ഒരു പാലത്തെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ വേറൊരു ട്രെയിനെയോ ഒരു തുരങ്കത്തേക്ക് മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് നീളോടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട്. ഒരു ട്രെയിൻ ഒരു പാലത്തെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ വേറെ ട്രെയിനെയോ ഒരു തുരങ്കത്തേക്ക് മറികടക്കുന്നു പറഞ്ഞാൽ രണ്ട് നീളോടെ കൂട്ടി വേണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. അപ്പൊ ഇവിടെ എന്തിനാ മറികടക്കുന്നത്? 280 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 270 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് മറികടക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് ആയിട്ട്
എടുക്കേണ്ടത് ഈ രണ്ട് നീളോടെ കൂട്ടിയിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് അങ്ങ് എടുക്കണോടെ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ d എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ്. നമുക്ക് എത്ര കിട്ടും? 550 മീറ്റർ എന്ന് കിട്ടും. 550 മീറ്റർ എന്ന് കിട്ടും. 550 മീറ്റർ. ഇനി എന്താണ് ഇതിന്റെ സ്പീഡ് പറയുന്നുണ്ടോ? സ്പീഡ് എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ. 60 സ്പീഡ് ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്റർ പെർ അവർ എന്നിട്ട് 60 കിലോമീറ്റർ പെർ അവർ. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഇത്രയും രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണ്, ക്ലിയർ ആവുന്നുണ്ട്? ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ വേണ്ടത് എന്താണ്? അതിന്റെ ടൈം ആണ് വേണ്ടത്. ടൈം. അപ്പൊ നമുക്ക് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂണിറ്റുകൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് മീറ്ററാ, ഇത് കിലോമീറ്റർ പെർ അവർ ചേരത്തില്ല. കിലോമീറ്റർ പെർ അവറിനോട് ചേരുന്ന സമയം അവർ ആയിരിക്കണം. മീറ്റർ പെർ സെക്കൻഡിനോട് ചേരുന്ന സെക്കൻഡ് ആയിരിക്കണം. അതുപോലെ സ്പീഡ് പറയുന്നത് മീറ്റർ ആണെങ്കിൽ മീറ്റർ പെർ മിനിറ്റോ മീറ്റർ പെർ സെക്കൻഡിലോ ആയിരിക്കും ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? മിനിറ്റ് ആണ് പറയുന്നതെങ്കിൽ മീറ്റർ ആണ് പറയുന്നതെങ്കിൽ സ്പീഡ് മീറ്റർ പെർ മിനിറ്റോ മീറ്റർ പെർ സെക്കൻഡോ ആയിരിക്കണം. ഈ തന്നിരിക്കുന്ന 60 എന്ന് വെച്ചാൽ കിലോമീറ്റർ പെർ അവറാ. അപ്പൊ ഇത് കിലോമീറ്ററും ഇത് മീറ്ററും തമ്മിൽ ചേരത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ മിനിറ്റിലേക്കോ മീറ്റർ പെർ സെക്കൻഡിലോട്ടോ ഒക്കെ മാറ്റണം. മിനിറ്റിലേക്കോ സെക്കൻഡിലോട്ടോ മാറ്റാം. നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡിലാക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ട്രെയിൻ ഒരു പാലത്തെ മറികടക്കാൻ മിനിറ്റുകളോളം എടുക്കത്തില്ല, സെക്കൻഡുകൾ സമയം കൊണ്ട്. അല്ല സ്പീഡാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ അത് മറികടന്നു, മിനിറ്റോളം എടുക്കത്തില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ അല്ലെങ്കിൽ PSC ഓപ്ഷനകത്ത് അതിന്റെ ആൻസർ സെക്കൻഡിലായിരിക്കും കൊടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അത് ആ രീതിയിലേക്ക് ഇതിന്റെ ആൻസറിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. മീറ്റർ പെർ സെക്കൻഡ്. ഈ 60 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഇന്ത്യ ചെയ്യണം. 5/18. അപ്പൊ 5/18 കൊണ്ട് ഇന്ത്യ ചെയ്യുക. 5/18 കൊണ്ട് നമ്മൾ അങ്ങനെ ഇന്ത്യ ചെയ്തു. 5/18 കൊണ്ട് ഇന്ത്യ ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര വെച്ച് വെട്ടാ? 6 വെച്ച് വെട്ടാ. 3 18 പൈറ്റാർ 60 പൈറ്റഞ്ച് 50 50/3 എന്നിട്ട് എത്ര ഇട്ടോ? 50/3 മീറ്റർ പെർ സെക്കൻഡ് എന്നിട്ട് എത്ര ഇട്ടോ? 50/3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ സ്പീഡ് എന്ന് പറയുന്ന 60 കിലോമീറ്റർ പെർ മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ നമ്മൾ 5/18 കൊണ്ട് ഇന്ത്യ ചെയ്ത് 50/3 കിട്ടി. ഇനി നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കാൻ. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 550 മീറ്റർ ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50/3 ആണ്. 50/3. അപ്പൊ സ്പീഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 550 മീറ്റർ, സ്പീഡ് 60 കിലോമീറ്റർ പെർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയപ്പോൾ 15/3 എന്ന് കിട്ടി. ഇത് ഹരിക്കാനുള്ള വരയല്ലോടോ. ഹരിക്കാനുള്ള വരയുടെ താഴെ ഒരു പിന്നെ ഭിന്നസംഖ്യ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. ഇത് മീറ്റർ ആണ്, ഇത് മീറ്റർ പെർ സെക്കൻഡുമാണ്. ഓക്കെ ആണല്ലോ. തിരിച്ചിട്ട് ഗുണിക്കും. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 550 മീറ്ററെ ഡിവൈഡഡ് ബൈ ഇത് തിരിഞ്ഞു വീഴുമ്പോൾ തിരിച്ചെഴുമ്പോൾ നമുക്ക് എന്താ 550 ഡിവൈഡഡ് ബൈ തിരിച്ചെഴുതുമ്പോൾ എന്ത് ചെയ്യാം? 3 അങ്ങ് മേളിലുമ്പോൾ 500 താഴെയും വരും, 50 താഴെയും വരും. 3 അങ്ങ് മേളിലുമ്പോൾ 50 താഴെയും വരും. 3/50. ഓക്കെ. 3/50. ഈ സെക്കൻഡ് ബൈ മീറ്റർ തിരിഞ്ഞു വരുമ്പോൾ മീറ്റർ ബൈ സെക്കൻഡ് തിരിയുമ്പോൾ സെക്കൻഡ് ബൈ മീറ്റർ എന്നാവും. ഈ മീറ്ററും ഈ മീറ്ററോടെ ക്യാൻസൽ ആവും. ഈ 0 ക്യാൻസൽ ആവും. 1 5 5 11 5 55 11 × 3 33 എന്ന് കിട്ടും. 33 സെക്കൻഡ്. അതിന് ബാലൻസ് വെട്ടിപ്പോകാനുള്ളത് എന്താണ്? സെക്കൻഡ്സ് ആണുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഒന്ന് നോക്കിക്കോണം. എന്താണ് പറഞ്ഞേക്കുന്നത്? 280 മീറ്റർ നീളമുള്ള ട്രെയിന് എത്ര? 270 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കുന്നു. അപ്പോൾ എന്താ ഡിസ്റ്റൻസ് ആയിട്ട് 550 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഓക്കെ. അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്റർ പെർ അവർ. ഈ 60 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. ഇത് മീറ്റർ, ഇത് കിലോമീറ്റർ പെർ അവർ. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/8. നമുക്ക് ഇവിടെ വെട്ടുമ്പോൾ എത്ര? 6 വെച്ചിടുമ്പോൾ 3 18 പൈറ്റാർ അവർ. 50/3 മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ടൈം ഇൻറ്റു സ്പീഡ്. ഓക്കെ ആണല്ലോ. അല്ല സോറി, ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 550 മീറ്റർ ബൈ സ്പീഡ് എന്ന് വെച്ചാൽ 50/3 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ സംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുക. 550 3/50. 0 വെട്ടി 1 5 5 11 5 55 11 × 3 33 മീറ്ററും വെട്ടി മീറ്ററും വെട്ടിപ്പോയി. ബാക്കി സെക്കൻഡ്. ആൻസർ 33 സെക്കൻഡ് ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3 സംഖ്യകൾ 3:5:7 എന്ന അനുപാതത്തിലാണ്.
അവയുടെ ശരാശരി 65 ആയാൽ ഏറ്റവും ചെറിയ സംഖ്യ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? 3 സംഖ്യകൾ എത്ര? 3:5:7 എന്ന അനുപാതത്തിലാണ്. ഓക്കെ ആണല്ലോ? അവയുടെ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നതാണ് 65 എങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ എത്ര? ഓക്കെ, നമുക്ക് ആദ്യം എന്ത് എഴുതാം? 3 സംഖ്യകൾ തമ്മിൽ അംശം എന്താവും? 3:5:7 എന്ന് എഴുതാം. 3:5:7 ക്ലിയർ ആവുന്നുണ്ടല്ലോ? അവിടെ ശരാശരി ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 65 എന്ന് പറയുന്നത് ശരാശരി 65 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവയുടെ തുക കണ്ടുപിടിക്കാം. തുക കണ്ടുപിടിക്കുന്നത് എന്താ? ശരാശരി ഇൻറ്റു എണ്ണമാണ്. ശരാശരി ഇൻറ്റു എണ്ണമാണ് തുക. സം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ആവറേജ് ഇൻറ്റു നമ്പർ ആണ്. ഓക്കെ, തുക സം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ആവറേജ് ഇൻറ്റു നമ്പർ ആണ്. എത്ര? ഈ 3 സംഖ്യയുടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3 സംഖ്യയുടെ ശരാശരിയാണ് 65. ഈ ആ 3 സംഖ്യയുടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്ന് അറിയാൻ സമ്മം കണ്ടുപിടിച്ചാൽ, തുക കണ്ടുപിടിച്ചാൽ. തുക എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ശരാശരിയെ എണ്ണം കൊണ്ട് പിടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ശരാശരി എത്ര നമുക്ക് നോക്കാം. ശരാശരി എന്ന് പറയുന്നത് ഓക്കെ, ശരാശരി അവർ 65 ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? എണ്ണം എത്ര സംഖ്യ ഉണ്ട്? 3 സംഖ്യ ഉണ്ടെന്നല്ലേ ക്വസ്റ്റിന് പറയുന്നത്. 3 കൊണ്ട് ഗുണിക്കുക. 3 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. 3 5 15 5 ശിഷ്ടം 1 3 6 18 19 195 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, 195. ആ 3 സംഖ്യയുടെ കൂട്ടുമ്പോൾ 195 കിട്ടും. ഇത്രയും വരെ ഓക്കെ ആണ്. 3 സംഖ്യയുടെ കൂട്ടുമ്പോൾ 195. ഓക്കെ, നമുക്കറിയേണ്ടത് അതിലെ ഏറ്റവും ചെറിയ സംഖ്യ എത്ര എന്നാണ് അറിയേണ്ടത്. ഓക്കെ ആണല്ലോ? ചെറിയ സംഖ്യ എന്നു വെച്ചാൽ ഈ തന്നേക്കിനകത്ത് ഏറ്റവും ചെറുത് 3 അല്ലയോ? 3 ആണ് ഏറ്റവും ചെറുത്. ഏറ്റവും വലുത് ചോദിച്ചാലോ 7 ആണ്. ഇനി ഇടത്തരം ചോദിച്ചാലോ 5 ആണ്. ഏറ്റവും ചെറുത് ചോദിച്ചാൽ 3 ആണ്. ഏറ്റവും വലുത് ചോദിച്ചാൽ 7 ആണ്. ഏറ്റവും ഇടത്തരം സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ 5 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ചെറുതാണ്. അപ്പൊ ഈ 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 സംഖ്യയുടെ കൂട്ടുന്നതാണ് എന്ത്? 195. ഒക്കെ 3 സംഖ്യയുടെ നമുക്ക് കൂട്ടാം. 5 3 കൂട്ടുമ്പോൾ ഈ 3 സംഖ്യയുടെ റേഷ്യോ കൂട്ടാം. 5 3 8. ഓക്കെ ആണല്ലോ? 8 5 മനസ്സിലായല്ലോ? 8 5 8 5 8 5 8 7 8 7 15 മനസ്സിലായല്ലോ? ഓക്കെ അല്ല? 7 3 10 5 15. ഈ 3 കൂടെ അങ്ങ് കൂട്ടാം. 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. 15. ഈ 15ൽ 3 എന്ന് പറയുന്നതാണ് ചെറിയ സംഖ്യ. മൊത്തോടെ കൂടുമ്പോൾ 15. ഇതല്ലാടെ കൂട്ടുമ്പോൾ 15 കിട്ടും. അതായിട്ട് നമുക്ക് എത്ര? 3 + 5 + 7 ഇതല്ലാടെ കൂടുമ്പോഴാണ് 15 കിട്ടുന്നത്. ഈ 15ൽ 3 ഭാഗമാണ് ചെറിയ സംഖ്യ. ചെറിയ സംഖ്യ മനസ്സിലായല്ലോ? ചെറിയ സംഖ്യ മനസ്സിലായല്ലോ? ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 3/15. ഇനി നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിലോ? വലിയ സംഖ്യ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചോ? വലിയ സംഖ്യ എന്ന് പറയുന്നത് മൊത്തത്തിൽ 15ൽ 7 ഭാഗമായിരിക്കും വലിയ സംഖ്യ. മൊത്തത്തിൽ 15 ഉണ്ട്. അതിൽ 7 ഭാഗം എന്ന് പറഞ്ഞാൽ വലുതും 3 ഭാഗം എന്ന് വെച്ചാൽ ചെറുതോ ഇടത്തരം എന്ന് വെച്ചാൽ 5 ഭാഗമാണ്. ഓക്കെ ആണല്ലോ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ 15 എന്ന് പറയുന്ന 3 സംഖ്യയുടെ കൂട്ടുന്ന റേഷ്യോ എല്ലാം കൂടെ കൂട്ടുന്നില്ലയോ? ഈ 195 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇവിടെ റേഷ്യോ എല്ലാം കൂടെ കൂട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സംഖ്യ എല്ലാം കൂടെ കൂട്ടും. അപ്പൊ ആ 195 എന്ന് പറയുന്നതാണ് ഈ 15 ഭാഗം എന്ന് പറയുന്നതാണ് 195. അതിലൊരു 3 ഭാഗമായിരിക്കും ചെറിയ സംഖ്യ. അതിൽ 7 ഭാഗമായിരിക്കും ഏറ്റവും വലിയ സംഖ്യയും. മനസ്സിലായല്ലോ? നമുക്ക് ഇതിനെന്ത് ചെയ്യാം? വെട്ടാം. അപ്പൊ കിട്ടിയില്ല. ഇതിൽ വെട്ടാം. ഒരു 15 13 15 ആണ് 190. 13 × 3 13 × 3 എത്ര കിട്ടിയോ? 39 കിട്ടത്തില്ലയോ? 39. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞ എത്രയാണ്? 39 ആണ്. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ 39. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് വലുത് കണ്ടുപിടിക്കണമെങ്കിലോ? വലുതാണ് ചോദിച്ചിരുന്നെങ്കിൽ. വലുത് ചോദിച്ചിട്ടില്ല, വലുത് ചോദിക്കണമല്ലോ. ഇന്ത്യ എന്ത് ചെയ്യണം? മതി ഈ 195 എങ്ങനെ എടുത്താൽ 190. ഈ 195 എന്ന് വെച്ചാൽ എന്താ? ഈ 3 സംഖ്യയുടെ കൂട്ടുന്നേ 3 റേഷ്യോയുടെ കൂട്ടുന്നത് 15. ആ 15 ഭാഗമാണ് 195. അതിൽ 7 ഭാഗമായിരിക്കും നമുക്ക് അറിയേണ്ടത്. ഇവിടെ കിട്ടുമ്പോൾ എത്ര കിട്ടിയോ? നമുക്കിവിടെ 13 എന്നുള്ള കിട്ടും. 13 × 7 7 21 ഇഷ്ടം 2 7 2 9 എത്ര കിട്ടിയോ? 91. ഏറ്റവും വലിയ സംഖ്യ 91 ആയിരിക്കും. ഏറ്റവും ചെറിയ സംഖ്യ 39 ആയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത് 39 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ന് തിങ്കളാഴ്ചയായാൽ 61 ദിവസത്തിന് ശേഷമുള്ള ദിവസം ഏതാണ്? മനസ്സിലായല്ലോ? ഇന്ന് തിങ്കളാഴ്ചയാണ് എങ്കിൽ 61 ദിവസത്തിന് ശേഷമുള്ള ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 61 ദിവസത്തിന് ശേഷമുള്ള ദിവസം എന്ന് പറയുന്നത് 62ാമത്തെ ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇന്ന് തിങ്കളാഴ്ചയാണ്, എന്നാൽ 62ാമത്തെ ദിവസം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു 61 ദിവസം കഴിയുമ്പോൾ ഉള്ള ദിവസം. 61 ദിവസം കഴിയുമ്പോൾ ദിവസം 62ാമത്തെ ദിവസം ഇല്ലയോ? ഈ 62ാമത്തെ ദിവസം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ദിവസം നമുക്കറിയാം തിങ്കളാഴ്ചയാണെന്ന്. ഒരു ദിവസം നമുക്കറിയാം തിങ്കളാണെന്ന്. ഓക്കെ, നമുക്ക് ആകപ്പാട് മൊത്തം കണ്ടുപിടിക്കേണ്ടത് 62 ദിവസമാണ്. അതിൽ ഒരേ ഒരു ദിവസം നമുക്കറിയാം തിങ്കൾ. ഇന്നത്തെ ദിവസം നമുക്കറിയാം തിങ്കളാണ്. ഇനി 61 ദിവസത്തെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. നമുക്ക് 62ാമത്തെ ദിവസം 21 ദിവസം 61ാമത്തെ ദിവസം ചോദിക്കുന്നത് 61 ദിവസം കഴിയുമ്പോൾ ഉള്ള ദിവസം മീൻസ് 62ാമത്തെ ദിവസമാണ്. ഈ 62 ദിവസത്തിൽ ഒരു ദിവസം നമുക്കറിയാം
തിങ്കൾ. ഇനി 61 ദിവസത്തെക്കുറിച്ച് ഒരു ഐഡിയയും നമുക്കില്ല. അപ്പൊ ആ 61 ദിവസത്തെ കുറിച്ച് നമുക്ക് അറിയണം. അത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അറിയേണ്ട ദിവസം 61 ദിവസമാണ്. ഒരെണ്ണം അറിയാം, നമുക്ക് അറിയേണ്ടത് 61 ദിവസം ആയതുകൊണ്ട് ഈ 61നെ ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത്. ആ 7 വെച്ച് നിങ്ങൾ അങ്ങ് ഹരിക്കുക. 7 വെച്ച് ഹരിക്കുക. 7 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അണ്ടേ 8 56. ശിഷ്ടം എത്ര വരുമോ? 5 വരും. ശിഷ്ടം 5 വരും. ശിഷ്ടം 5 വന്നാൽ ഈ തിങ്കളിൻ്റെ കൂടെ 5 ദിവസത്തോടെ അങ്ങ് കൂട്ടിയാൽ മതി. തിങ്കളിൻ്റെ കൂടെ 5 ദിവസം കൂട്ടിയാൽ മതി. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ ആൻസർ ശനിയാഴ്ച ആയിരിക്കും. മനസ്സിലായല്ലോ? ശനി. ഇനി 5 ദിവസം കൂട്ടാൻ പറഞ്ഞാൽ 2 ദിവസം പുറമോട്ട് എടുത്താലും മതി. കാര്യം 5 2 7. 5 കൂട്ടാൻ പറഞ്ഞാൽ 2 പുറമോട്ട് എടുത്താലും മതി. തിങ്കൾ ഇത് 2 പുറമോട്ട് ഇടുമ്പോൾ ഞായർ, ശനി അങ്ങനെ ചെയ്താലും മതി. മനസ്സിലായല്ലോ? അപ്പൊ ഒറ്റ കാര്യം ആലോചിക്കുക, 61 ദിവസം എത്ര എന്നല്ല, 61 ദിവസം കഴിയുമ്പോൾ ഉള്ള ദിവസം മീൻസ് 62ാമത്തെ ദിവസമാണ്. അതിൽ 62ൽ ഒരു ദിവസം തിങ്കൾ നമുക്കറിയാം. ഇനി 61 ദിവസത്തെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. ആ 61നെ നമ്മൾ എന്ത് ചെയ്യണം? 7 വെച്ച് ഹരിക്കണം. ഒരാഴ്ചയിൽ 7 ദിവസം 7 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണോ അത് തിങ്കളുടെ കൂടെ കൂട്ടണം. ശിഷ്ടം ഇനി 0 വരുന്നെങ്കിലോ, ശിഷ്ടം 0 ആണെങ്കിൽ തിങ്കൾ തന്നെ ആയിരിക്കും. അല്ലാതെ ശിഷ്ടം 1 2 3 4 5 6 വന്നാൽ ഇതിൻ്റെ കൂടെ അങ്ങ് കൂട്ടിയേച്ചാൽ മതി. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചെങ്കിലോ, ഇന്ന് തിങ്കളാഴ്ചയാണ് എങ്കിൽ 61ാം ദിവസം ഏതാണെന്ന് വെച്ചാലോ, 61ാം ദിവസം ആകുമ്പോൾ നമുക്ക് മൊത്തം 61 ദിവസം കണ്ടുപിടിച്ചാൽ മതി. 61ാം ദിവസം ചോദിച്ചാൽ മൊത്തം 61 ദിവസം കണ്ടുപിടിച്ചാൽ മതി. ഈ 61ൽ ഇന്നത്തെ ദിവസം നമുക്കറിയാം തിങ്കളാഴ്ചയാണെന്ന്. ബാക്കി 59 ദിവസത്തെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. ആ 59ന് വേണം, ഈ 61ന് പകരം 59 അല്ല 60. 61ാം ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം അറിയാം. ബാക്കി 60 ദിവസത്തെ കുറിച്ച് ഐഡിയ ഇല്ല. മൊത്തം 61ാമത്തെ ദിവസം ചോദിച്ചാൽ ഒരു ദിവസം നമുക്കറിയാം തിങ്കളാണ്. ബാക്കി 60 ദിവസത്തെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ആ 60ന് വേണം ഇവിടെ ഹരിക്കാൻ. 60ന് വേണം നമുക്ക് ഇവിടെ ഹരിക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? 61 ദിവസം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ 62ാമത്തെ ദിവസം. 61ാം ദിവസം എന്ന് വെച്ചാൽ 61. അതിൽ 61ാമത്തെ ദിവസം ഒരു ദിവസം നമുക്കറിയാം. ബാക്കി 60 ദിവസത്തെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ വന്ന 60 വെച്ചാണ് ഹരിക്കേണ്ടത്. ഇവിടെ 61 ദിവസം കഴിയുമ്പോൾ ഉള്ള ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് 62ാമത്തെ ദിവസം എടുക്കേണ്ടി വന്നത്. അതിൽ ഒരു ദിവസം അറിയാം, പിന്നെ 61 ദിവസത്തെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ നമ്മൾ 7 വെച്ച് ഹരിച്ചു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ എപ്പോഴും ഒരാഴ്ചയിൽ 7 ദിവസമാണ്, അത് വെച്ചാണ് ഹരിക്കേണ്ടത്. കഴിയുമ്പോൾ ഉള്ള ദിവസം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ആ ദിവസം എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഏതാണോ ആ ക്വസ്റ്റ്യൻ നോക്കി വേണം ആൻസർ ചെയ്യാൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. നമുക്ക് നേരെ അടുത്ത വീഡിയോയിലേക്ക്, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികളുടെ വരിയിൽ രമേശിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 11ാമത് പിന്നിൽ നിന്ന് 17ാമതുമാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു വരി രമേശ് നിൽക്കുക. രമേശിന്റെ മുന്നിൽ നിന്ന് എണ്ണിയപ്പോൾ രമേശ് 11ാമതാണ്. പിന്നിൽ നിന്ന് എണ്ണിയപ്പോൾ രമേശ് എത്ര? 17ാമതുമാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? സിമ്പിൾ ഒറ്റ സ്റ്റെപ്പ് നമ്മൾ അതിന്റെ ആൻസർ ചെയ്യും. നോക്കിയേ, മുന്നിൽ നിന്ന് നോക്കിയപ്പോൾ രമേശിന്റെ സ്ഥാനം 11ാമതല്ലയോടോ? മുന്നിൽ നിന്ന് 11ാമത് നിൽക്കുന്ന വ്യക്തിയാണ് രമേശ്. പിന്നിൽ നിന്ന് നോക്കിയപ്പോഴോ 17ാമത്തെ വ്യക്തിയാണ് രമേശ്. മുന്നിൽ നിന്ന് 11ാമത്തെ വ്യക്തിയും രമേശ, പിന്നിൽ നിന്ന് 17ാമത്തെ വ്യക്തിയും രമേശ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ അങ്ങ് കൂട്ടുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 11ാമത്തെ വ്യക്തി രമേശ്, 17ാമത്തെ വ്യക്തി രമേശ്. ആ വരിയിൽ ആകെ ഒരേ ഒരു രമേശേ ഉള്ളു. പക്ഷേ രമേശ് നമ്മൾ 2 വട്ടം എടുത്തേക്കുന്നത്. 11ഉം 17 പറഞ്ഞ് 2 വട്ടം എടുത്തേക്കുന്നത്. 2 രമേശിന്റെ ആവശ്യമുണ്ടോ? ഒരു രമേശിനെ നമ്മൾ നൈസാട്ടം ഒഴിവാക്കും. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒന്നങ്ങ് കുറയ്ക്കണം. മനസ്സിലായല്ലോ? കാര്യം എന്തുകൊണ്ട് 1 കുറയ്ക്കുന്നു വെച്ചാൽ 2 പ്രാവശ്യം രമേശിന് എടുത്തിട്ടുണ്ട്. 11ാമത്തെ ആളാട്ടും 17ാമത്തെ ആളാട്ടും രമേശിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ ഇട്ടിടോ 28 മൈനസ് 1 സമയത്ത് ഇട്ടിടോ 27 എന്നുള്ള ഉത്തരം കിട്ടും. എത്ര ഇട്ടിടോ? 27. ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 27 പേരാണുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഫർണിച്ചർ ഷോറൂമിൽ ഒരു കസേരയ്ക്ക് അച്ചടിച്ച വിലയുടെ 25% കിഴിവിൽ ലേബലിൽ ഒട്ടിച്ചേക്കുന്നു. മനസ്സിലായല്ലോ? അച്ചടിച്ച വിലയ്ക്കകത്തൊന്നും 25% കിഴിവിൽ ലേബൽ ഒട്ടിച്ചേക്കുന്നു. അത് ജൂൺ മാസത്തിൽ വിന്റർ ഓഫറായി ലേബൽ ഒട്ടിച്ച വിലയുടെ 10% കിഴിവ് അനുവദിക്കുന്നു. ഒരു കസ്റ്റമർ ആ കസേര 810 രൂപയ്ക്കാണ് വാങ്ങിയതെങ്കിൽ അതിൽ ലേബൽ ഒട്ടിച്ചിരുന്ന വില, അച്ചടിച്ചിരുന്ന വില എത്രയാണെന്ന് വെച്ചേക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് പറഞ്ഞേക്കുന്നത്. ഒരു കസേരയ്ക്ക് അച്ചടിച്ചേക്കുന്ന വില, അച്ചടിച്ചിട്ടുള്ള വിലയുടെ 25%
ആണ് അവർ ലേബലിനകത്ത് എഴുതി ഒട്ടിച്ചേക്കുന്നത്. നമ്മൾ സാധാരണ കാണത്തില്ല ഈ വിലയല്ല ഇത് തന്നെ കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വില ഇങ്ങനെ ഒരു സാധനത്തിന്റെ പുറത്ത് എഴുതി. ഇപ്പോൾ 35 രൂപയുടെ സാധനം 2 രൂപ ഓഫറിന് എന്ന് പറയുമ്പോൾ 33 രൂപ എന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നത് എന്ന് പറയുന്ന പോലെ അതിനകത്ത് ലേബൽ ഒട്ടിച്ചിരിക്കുന്ന പിന്നെ അച്ചടിച്ചിരിക്കുന്ന വിലയെക്കാട്ടിലും 25% ഓഫറിലാണ് അവർ ലേബലിനകത്ത് വേറെ വില ഒട്ടിച്ചേക്കുന്നു. പിന്നെ ജൂൺ മാസം ആകുമ്പോൾ അവർ വിന്റർ ഓഫർ കൊടുക്കുന്നുണ്ട്. ഒരു 10% കൂടെ ഈ ലേബൽ ഒട്ടിച്ചിരിക്കുന്ന വിലയ്ക്കകത്തുനിന്നും വീണ്ടും ഒരു 10% കൂടെ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവർ ഓഫർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കസ്റ്റമർ ആ കസേര വാങ്ങിച്ചത് 810 രൂപയ്ക്കാണ് എങ്കിൽ തുടക്കത്തിൽ ആദ്യം അച്ചടിച്ച വിലയ്ക്കകത്തുനിന്നാണ് 25% ഓഫർ കൊടുക്കുന്നത്. ആ ഓഫറും കൊടുക്കുന്നതിന് മുമ്പുള്ള ആ അച്ചടിച്ചിരുന്ന വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഈ അച്ചടിച്ചിരുന്ന വിലയെ നമ്മൾ എക്സ് എന്ന് കൊടുക്കും. അച്ചടിച്ചിരുന്ന വിലയെ എക്സ് എന്ന് കൊടുക്കും. ഇതായിരുന്നു അതിനകത്ത് അച്ചടിച്ചിരുന്ന വില. ഈ അച്ചടിച്ചിരുന്ന വിലയ്ക്കകത്തുനിന്ന് എന്ത് ചെയ്യും, ഈ ഒരു 25% കിഴിവ് അവർ അനുവദിക്കുക. കിഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് അനുവദിക്കുക. എപ്പോഴും അതിനകത്ത് അച്ചടിച്ചേക്കുന്ന വില 100%. 100% ഡിസ്കൗണ്ട് അനുവദിക്കുകയെന്ന് വെച്ചാൽ 10% ഡിസ്കൗണ്ട് അനുവദിക്കുകയെന്ന് വെച്ചാൽ 90%. 20% ഡിസ്കൗണ്ട് അനുവദിക്കുകയെന്ന് വെച്ചാൽ 80%. അപ്പോൾ 25% ഡിസ്കൗണ്ട് അനുവദിക്കുകയെന്ന് വെച്ചാലോ 75%. അങ്ങനെ ഈ അച്ചടിച്ചിരിക്കുന്ന വിലയായ എക്സിന്റെ 75% അവർ ആദ്യം എന്ത് ചെയ്യുന്നത്, ലേബലിനകത്ത് ഒട്ടിക്കുന്നത്. ഈ ഒട്ടിച്ചേക്കുന്ന വിലയുടെ 25% ഓഫറിൽ അവർ ലേബലിനകത്തോട് ഒട്ടിച്ചേക്കുക. ഇനി ജൂൺ മാസത്തിൽ വിന്റർ ഓഫർ വന്നു, മനസ്സിലായല്ലോ. വിന്റർ ഓഫർ വന്നപ്പോൾ അവർ പറയുന്നത് ഈ അച്ചടിച്ച ഈ ലേബൽ ഒട്ടിച്ചങ്ങനെ വിലക്കകത്തു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഞങ്ങൾ ഒരു 10% ഓഫർ തരാം. 10% ഓഫർ എന്ന് വെച്ചാൽ എത്രയാണ്, 90%. വീണ്ടും ഒരു 10% ഓഫർ. അപ്പൊ 10% വെച്ചാൽ വീണ്ടും അതൊന്ന് ഈ വില 100 എടുക്കുക. 100ൽ നിന്ന് വീണ്ടും ഒരു 10 കുറയ്ക്കുക. അപ്പൊ എത്ര, 90%. ഈ വിലയുടെ 75% ഒട്ടിച്ചിരിക്കുന്നത്. ഈ വിലയുടെ വീണ്ടും 10% ഓഫർ എന്ന് വെച്ചാൽ 90%. ഈ 90% കൊടുക്കുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, അയാൾക്ക് 810 രൂപയ്ക്ക് സാധനം കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ 100%. അതിനകത്തിന് 75% വില കൊടുത്തപ്പോൾ ഈ വിലയായി. ഈ വില വീണ്ടും 100% എടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വീണ്ടും ഒരു 10% ഓഫർ കൊടുക്കുമ്പോൾ 90 90 എന്ന് പറയുന്നതാണ് 810. ഇത്രയും കാര്യം വെച്ചാൽ എക്സിന്റെ 25% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 75% ഇൻറ്റു വീണ്ടും 10% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 90% ഇൻറ്റു 90% ഈക്വൽ ടു 810. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വിലയാണ്. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ മാത്രം അവിടെ നിലനിർത്തുക, ബാക്കിയുള്ളതിനെല്ലാം അങ്ങ് സമത്തിന് അപ്പുറം കൊണ്ടുപോവാ. അപ്പൊ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനെ നമ്മൾ അങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോ അപ്പൊ സമത്തിന് അപ്പുറത്ത് എന്ത് കിടപ്പുണ്ട്, ഒരു 810 കിടപ്പുണ്ട്. അതൊന്നും ചെയ്യരുത്, അതവിടെ കിടന്നോട്ടെ. ഇനി ആദ്യം ഈ 100 കൊണ്ടുപോവാ. വരയുടെ താഴെയാണ് 100 കിടക്കുന്നത്. ഇത് ഹരിച്ചു വെക്കുക, അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം. വരയുടെ മേളിൽ പോകണം, ഇൻറ്റു 100. ഇവിടെ വരയുടെ താഴെ 100 കിടക്കുന്നത്. ഇത് ഹരിച്ചു വെക്കുക, അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം. വരയുടെ മേളിൽ പോകണം, ഇൻറ്റു 100. വരയുടെ താഴെ കിടന്ന് 100 അപ്പുറത്ത് പോകുമ്പോൾ മേളിൽ പോയി. വരയുടെ താഴെ കിടന്ന് 100 മേളിൽ പോയി. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഇനി വരയുടെ മേളിലാണ് ഒരു 75 കിടക്കുന്നത്, അത് ഗുണിച്ചു വെക്കുക. ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം, ഡിവൈഡഡ് ബൈ എഴുതണം. അതുപോലെ വരയുടെ മേളിലാണ് ഒരു 90 കിടക്കുന്നത്, അത് ഗുണിച്ചു വെക്കുക. ഇപ്പുറത്ത് വരുമ്പോൾ താഴെ എഴുതണം. മനസ്സിലായല്ലോ. അപ്പോൾ വരയുടെ മേളിൽ കിടന്നത് ഇവിടെ വന്നപ്പോൾ താഴെ വന്ന്, ഇവിടെയും കിടന്നത് താഴെ. ഇവിടെ താഴെ കിടന്ന 2 100 അപ്പുറത്ത് എന്ന് വെച്ചാൽ സമത്തിന് അപ്പുറത്ത് പോയി. അപ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ എന്ന് വെച്ചാൽ തിരിഞ്ഞങ്ങ് വീഴും. 75/100 എന്ന് വെച്ചാൽ എന്തുവാ, 100/75 എന്നായി. 90/100 എത്ര, 100/90 എന്നായി. കണ്ടുപിടിക്കേണ്ട എക്സ് ആണ്, അത് മാത്രം അവിടെ നിലനിർത്തി. ഓക്കെ, ഈ ഒരു 0 ഈ ഒരു 0 ഞാൻ അങ്ങ് വെട്ടിക്കളഞ്ഞു. വെട്ടാമല്ലോ. ഒരു 9 9 ആണ് 81. ഒരു 9 81. ഈ 25 വെച്ച് വെട്ടാം. 3 25 75, 4 25 100. 3 25 75, 4 25 100. ഒരു 3 3 9. ഓക്കെ ആണല്ലോ. 3 × 4 3 12. ഇവിടുത്തെ 2 0 ഉണ്ട്. ഇതിന്റെ വില എന്ന് വെച്ചാൽ 1200 രൂപയായിരുന്നു. 1200 രൂപയായിരുന്നു അതിനകത്ത് ആദ്യം അച്ചടിച്ചിരുന്ന വില. ഇതിനകത്തുനിന്ന് 75% ഓഫർ കൊടുക്കുന്നുണ്ട്. ആ 75% ഓഫർ കൊടുത്തപ്പോൾ ഓഫറിനാണ് അതിനകത്ത് ലേബൽ ഒട്ടിച്ചത്. ആ ലേബൽ ഒട്ടിച്ചതിനകത്ത് വീണ്ടും ഒരു 10% ഓഫർ കൊടുക്കുമ്പോഴാണ് കസ്റ്റമറിന് എന്ത് കിട്ടുന്നത്, 810 രൂപയ്ക്ക് കിട്ടുന്നത്. ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് ലേബൽ ഒട്ടിച്ചിരുന്ന വില എത്രയാണ്, 1200 രൂപയാണ്. ഓക്കെ, അതിനകത്ത് അച്ചടിച്ചിരുന്ന വില 1200. അതിനകത്തൊന്ന് 25% ഓഫർ കൊടുക്കുക. 25% ഓഫർ. 25% ഓഫർ എന്ന് വെച്ചാൽ 75% ആയിരിക്കും നമുക്ക് എന്താ അതിനകത്ത് ലേബൽ ഒട്ടിക്കുന്നത്. ഈ 2 0 ഈ 2 0 വെട്ടിക്കളയാ. 75 × 10 750. 750 150 900. 900 രൂപയാണ് അതിനകത്ത് എന്ത് എടുക്കുന്നത്. ഓക്കെ, 900 രൂപയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ലേബൽ ഒട്ടിച്ചാൽ അച്ചടിച്ച് വിലയുന്ന 900 രൂപയാണ് ലേബൽ. അപ്പോൾ ഈ 900 രൂപ വിലയുള്ള സാധനത്തിന്, ഈ 900 രൂപ വിലയുള്ള സാധനത്തിന് ഒരു കസ്റ്റമറെ വന്നിട്ട് പറയും വിന്റർ ഓഫറാണ്. കസ്റ്റമറിന് പറയും 10% ഓഫറോടെ തരാം. ഈ 900 രൂപ വിലയുള്ള സാധനത്തിന് വീണ്ടും ഒരു 10% ഓഫർ കൊടുക്കുകയെന്ന് വെച്ചാൽ 90%-ആയിരിക്കും അത് കൊടുക്കുന്നത്. ഈ 0 ഈ 0 വെട്ട, ഈ 0 ഈ 0 വെട്ട. 99 81 ഈ 0 കൊടുക്കുക. 810 രൂപയ്ക്ക് കസ്റ്റമർ സാധനം കിട്ടും. അതന്നെയല്ലേ ക്വസ്റ്റിന് പറഞ്ഞ 810 രൂപയ്ക്ക് സാധനം കിട്ടുമെന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇത് ശരിയാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, നമ്മൾ ഇത്തരം കാര്യമാണ്. അപ്പോൾ അവരെടുക്കുന്ന എത്ര എക്സ് ആണ് യഥാർത്ഥമായ അതിനകത്ത് അച്ചടിച്ചിരുന്ന വില, അതിനകത്തുനിന്ന് 25% ഓഫറും 75% ലേബലിൽ ഒട്ടിച്ചിരിക്കുന്നതിനകത്ത് 10% വിൻഡർ ഓഫർ കൊടുത്തു. 90% ഈക്വൽ ടു 810 എക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം അപ്പുറത്ത് തിരിച്ചിട്ട് ഗുണിച്ച് വെട്ടിയെടുക്കുമ്പോൾ 1200 രൂപ എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ അതിനകത്ത് അച്ചടിച്ച വില 1200 രൂപയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 0.125 raised to 2xa minus 4 into 0.25 raised to 2xa minus 1 divided by 2 raised to x equal to 0.5 the whole raised to 5xa plus 2. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ എക്സിന്റെ വില എത്ര എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, കുറേ സമയം എടുക്കും, കുറച്ച് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോവാണ്. നമുക്ക് സ്പേസ് ചിലപ്പോൾ കുറവുണ്ടായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഞാനങ്ങ് വായിച്ചു കളയും. അപ്പോൾ നിങ്ങളത് നോക്കിക്കോണം. അപ്പോൾ നിങ്ങൾക്ക് അഥവാ അത് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ബാക്കിലോട്ട് ക്വസ്റ്റ്യൻ ശകലം ഒന്ന് ബാക്കിലോട്ട് അടിച്ച് നോക്കിയാൽ മതി. റിവിൻ്റെ പോയി നിങ്ങൾക്കത് നോക്കി കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ എഴുതി എടുത്ത് വെച്ചു പോകാം. ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി വലിയ ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്കിത് സമയം കളയുന്നില്ല, നേരെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഇതിന്റെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to mn എന്നാ. ഓക്കെ, a raised to m the whole raised to a raised to m എന്നോട് ഗുണിക്കുന്നതാണ് mn. a raised to m the whole raised to a raised to m എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഇക്വേഷൻ ഇതാണ്. a by b the whole raised to a by b the whole raised to minus m equal to b by a the whole raised to m എന്ന് എഴുതാം. a by b the whole raised to minus m equal to b by a the whole raised to m എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? അപ്പോൾ a by b യുടെ പവർ മൈനസ് ആണെങ്കിൽ ആ മൈനസ് മാറ്റാൻ a by b തിരിച്ചിട്ടാൽ അത് b by a എന്നാവും. അപ്പോൾ ഈ മൈനസ് m എന്നുള്ളത് പ്ലസ് m ആവും. ഇനി വീണ്ടും ഇതിന് മൈനസ് കൊണ്ടുവരണമെങ്കിൽ b by a വീണ്ടും തിരിച്ചിടും. അപ്പോൾ a by b എന്നാവും, പ്ലസ് m എന്നുള്ളത് മൈനസ് m ആവും. ഓക്കെ ആണല്ലോ? ഇനി അടുത്തുണ്ട് a raised to m into a raised to n സമം a raised to m plus n. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് ചെയ്തതാണ്. ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കൂട്ടുക. അതേപോലെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. a raised to m by a raised to n സമം a raised to m minus n. ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യകൾ ഹരിക്കാനും വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കുറയ്ക്കുക. ഗുണിക്കാൻ വന്നാൽ കൂട്ടുക, ഹരിക്കാൻ വന്നാൽ കുറയ്ക്കുക. ഈ ഒരു കാര്യം ഈ 4 ഇക്വേഷൻസ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലെ കാര്യം അങ്ങ് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ അത് ആ സമയത്ത് ചിലപ്പോൾ ഇവിടെ എഴുതാൻ സ്പേസ് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. നിങ്ങൾ നോക്കിയേ, 0.125 raised to 2xa minus 1 എന്ന് കിട്ടി. അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ ഈ ഒരു ഭാഗം ഞാൻ ചെയ്യാൻ പോകും. ഈ ഒരു ഭാഗം ഇത് ഞാൻ ഇവിടെ ചെയ്തിട്ട് ഞാൻ വായിച്ചു കളയും. എന്നിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യത്തുള്ളൂ. അത് നോക്കിക്കോണം. 0.125 ഈ 0.125ന്റെ പോയിന്റ് മാറ്റണം എന്ന് വിചാരിച്ചു. എങ്ങനെ നമ്മൾ ഇതിന്റെ പോയിന്റ് മാറ്റുന്നത് വെച്ചാൽ ഏത് നമ്പർ എഴുതിയാലും എൻ്റെ താഴെ ഒരു ഒന്നുണ്ട്, ഏത് സംഖ്യ എഴുതിയാലും എൻ്റെ താഴെ ഒരു ഒന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പോയിന്റ് മാറ്റാൻ നമ്മൾ ആദ്യം ഞാൻ ഈ 125/1 കൊടുക്കും. 125/1 എന്നിട്ട് പോയിന്റ് മാറ്റാൻ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ട്? ഇവിടെ 3 സ്ഥാനം. പോയിന്റ് കഴിഞ്ഞ സ്ഥാനം കുറവ് എവിടാന്ന് നോക്കണം. മുകളിലാണോ താഴെയാണോ നോക്കണം. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം കുറവ് മുകളിലാണോ താഴെ. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് സ്ഥാനം കുറവ് ഇവിടെ താഴെയാണ്. താഴെ പോയിന്റേ ഇല്ല. മുകളിൽ എത്ര സ്ഥാനമുണ്ട്? 3 പോയിന്റ് ഉണ്ട്. 3 സ്ഥാനമുണ്ട്. ഇവിടുത്തെ പോയിന്റേ ഇല്ല. അപ്പൊ എത്ര സ്ഥാനം? താഴെയാണ് കുറവ്. എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ട്? 3 സ്ഥാനത്തിന്റെ കുറവാണുള്ളത്. 1 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 1 0 കൊടുക്കണം. 2 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 2 0. 3 സ്ഥാനത്തിന്റെ കുറവാണ് 3. 4 ആണെങ്കിൽ 4. എവിടാണോ കുറവ് അവിടെ കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ കുറവ് എവിടെ? താഴെയാണ്. അപ്പൊ താഴെ നമ്മൾ 3 0 കൊടുത്താൽ 3 സ്ഥാനത്തിന്റെ കുറവുണ്ട് 3 0. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പോയിന്റ് മാറ്റുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 125നെ 1000 കൊണ്ട് ഹരിക്കുക എന്നാണ്. ഒരു സംഖ്യ 1000 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ 3 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. 1 2 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ പോയിന്റ് 1 2 5 എന്ന് വരും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അതിന്റെ മറ്റൊരു രൂപമാണ് 125/1000. ഇനി മേളിലും താഴെ നമുക്ക് ഇതിനെ 125 ചരിക്കുക. 125നകത്ത് 125 ഒരു പ്രാവശ്യം, 1000-നകത്ത് 8 പ്രാവശ്യം. ഞാൻ 125 ഹരിച്ചു. നിങ്ങൾക്ക് വേണം
വേണം 5 വെച്ചൊക്കെ ഹരിച്ച് 2-3 പ്രാവശ്യം ഹരിക്കേണ്ടി വരുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഹരിച്ച് നമുക്ക് ചെറുതാക്കുമ്പോൾ 1/8 എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.125 മറ്റൊരു രൂപമാണ് 1/8. നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഹരിച്ചു നോക്കി 1നെ 8 വെച്ച് ഹരിച്ചു നോക്കിക്കോ, എത്ര കിട്ടും? 0.125 എന്നുള്ള ഉത്തരം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 0.125 മറ്റൊരു രൂപമാണ് 1/8. ഇനി അടുത്ത് നോക്കിയേ 0.25 നോക്കിയല്ലോ. ഇവിടെ ഞാൻ പോയിന്റ് മാറ്റാം. എല്ലാ നമ്പറിന് താഴെ ഒരു 1 ഉണ്ടല്ലോ, ആ 1 കൊടുത്തിട്ട് നമുക്ക് എന്താ എഴുതാം? 25/1 എന്ന് കൊടുത്തു. പോയിന്റ് കുറവ് എവിടാ? താഴെ. എത്ര സ്ഥാനം? 2 സ്ഥാനം. അപ്പൊ ഞാൻ 2 0 കൊടുത്തു. മേളിലും താഴെ നമുക്ക് 25 വെച്ചോട്ടോ. ഒരു 25 4 25 100 ഓക്കെ ആണല്ലോ. അപ്പൊ 0.25 മറ്റൊരു രൂപമാണ് 1/4 എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ 0.5. എല്ലാ നമ്പറിന് താഴെ 1 ഉണ്ടാണ്ട് ഇവിടെ ഒരു 1 കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇതിന്റെ പോയിന്റ് മാറ്റാൻ നമ്മൾ എഴുതുക 5/1 എന്ന് കൊടുത്തു. പോയിന്റ് കുറവ് എവിടാ? താഴെ. എത്ര സ്ഥാനം? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം താഴെ. അപ്പൊ ഒരു 0 കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. 1/5 എന്ന് കൊടുത്തു. സോറി 1/5 അല്ല, ഒരു 5 ഈ 5 10 1/2. 5-നകത്ത് 5 പ്രാവശ്യം, 10-നകത്ത് 2 പ്രാവശ്യം, 1/2. അപ്പോൾ 1/2ന്റെ മറ്റൊരു രൂപമാണ് 0.5. അപ്പോൾ 0.5ന് മറ്റൊരു രൂപമാണ് 1/2. ഓക്കെ ആണല്ലോ. ഈ ഒരു കാര്യം ആലോചിച്ചോണം. അപ്പോൾ ഇതിനെ 1/8 എന്ന് എഴുതാം, ഇതിനെ 1/4 എന്ന് എഴുതാം, ഇതിനെ 1/2 എന്ന് എഴുതാം. ഈ 125 പകരം ഞാൻ 1/8 എന്നും കൊടുത്തു. ദ ഹോൾ റൈസ് ടു മേളിൽ എന്ത് നടപ്പുണ്ട്? 2x - 4 നടപ്പുണ്ട്. ഇൻറ്റു ഈ 25 വരെ ഞാൻ എന്ത് കൊടുത്തു? 1/4 എന്ന് കൊടുത്തു. ദ ഹോൾ റൈസ് ടു മേളിൽ എന്ത് നടപ്പുണ്ട്? 2x + 1 നടപ്പുണ്ട്. y താഴെ എന്ത് കിടക്കുന്നുണ്ട്? ഒരു 2x കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1/2 ദ ഹോൾ റൈസ് ടു 5x + 2 എന്നും കൊടുത്തു. ഇവിടെ വരെ ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ വരെ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് അർത്ഥം. 1/2 ദ ഹോൾ ക്യൂബ്. 1/2 ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ 1നെയും 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക, 2നെയും 3 പ്രാവശ്യം. 1നെ 3 പ്രാവശ്യം എഴുതുമ്പോൾ 1 3 1നെ 3 പ്രാവശ്യം 1 × 1 × 1 1. 2നെ 3 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 2 × 2 4, 4 × 2 8 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ 1/8ന്റെ മറ്റൊരു രൂപമാണ് 1/2 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞത്. 1/2 ദ ഹോൾ ക്യൂബ്. കാര്യം എന്ന് വെച്ചാൽ 1നെ 3 പ്രാവശ്യം എഴുതുക. അപ്പോൾ എന്താ? 2ന്റെ ക്യൂബല്ലേ? 2ന്റെ ക്യൂബല്ലിയുടെ 8. 2ന്റെ ക്യൂബാണ് 8. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുക? 2ന്റെ ക്യൂബ് 8 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ 8നെ നമുക്ക് എന്ത് എഴുതാം? 8നെ നമുക്ക് 2ന്റെ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ഇതിന് രണ്ടിനും 3 കോമൺ ആയിട്ട് വരും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിന് 2നും കോമൺ ആയിട്ട് ഹോൾ ക്യൂബ് എന്ന് എടുത്തത്. അപ്പോൾ ഇതിന്റെ 1ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 1 തന്നെ, 2ന്റെ ക്യൂബ് 8. അപ്പോൾ 1/8ന് മറ്റൊരു രൂപമായിട്ട് നമുക്ക് ഈ 1/8ന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം? 1/2 ദ ഹോൾ ക്യൂബ് എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോണം. ഈ 1/8ന് പകരം ഞാൻ 1/2 ഹോൾ ക്യൂബ് എന്ന് കൊടുത്തു. റൈസ് ടു അതിന്റെ മണ്ടയ്ക്ക് വേറെ എന്ത് കിടപ്പുണ്ട്? ഒരു 2x - 4 കിടപ്പുണ്ട്. അതിനകത്തൊന്നും ചേരുക, അത് അതേപോലെ ഇട്ട് കൊടുക്കുക. ഈ 1/2ന് വരെ 1/2ന്റെ ക്യൂബ് എന്ന് കൊടുത്തു. റൈസ് ടു എന്ത് കിടപ്പുണ്ട്? 2x - 4 കിടപ്പുണ്ട്. അത് അവിടെ കിടന്നോട്ടെ. ഇൻറ്റു 1/4. 1/4 എന്ന് പറഞ്ഞാൽ 4 എന്ന് വെച്ചാൽ 2ന്റെ സ്ക്വയർ അല്ലേ? 4 എന്ന് വെച്ചാൽ 2ന്റെ സ്ക്വയറാ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/4 നമുക്ക് എന്ത് എഴുതാം? 1/2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. 1/2ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ എത്ര? 1ന്റെ സ്ക്വയർ 1 തന്നെ, 1 കിട്ടി. 2ന്റെ സ്ക്വയർ എത്ര? 2 × 2 4. 2 × 2 എന്ന് പറഞ്ഞാൽ 4. ഇപ്പൊ എന്തുവാ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. അപ്പൊ ഈ 1/2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1/4 എന്നാ. അപ്പൊ ഞാൻ ഈ 1/4ന് പകരം ഞാൻ അവിടെ കൊടുക്കാൻ പോകുന്നത് 1/2ന്റെ സ്ക്വയർ എന്ന് കൊടുക്കാൻ പോകും. 1/2ന്റെ സ്ക്വയർ, 1/2ന്റെ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഈ 1/4ന് വരെ 1/2ന്റെ സ്ക്വയർ എന്ന് കൊടുത്തേ. ദ ഹോൾ റൈസ് ടു മേളം കിടപ്പുണ്ട് 2x + 1 കിടപ്പുണ്ട്. അതൊന്നും ചേരുക, അതേപോലെ ഇടുക. ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിയേ ഈക്വേഷൻ ഉണ്ടോ? a/b പവർ മൈനസ് ആണേ മൈനസ് മാറ്റാൻ a/b തിരിച്ചിട്ടാൽ മതി, b/a എന്നാവും. ഓക്കെ ആണല്ലോ. ഇനി ഇതിന് മൈനസ് കൊണ്ടുവരണമെങ്കിലോ b/a വീണ്ടും തിരിച്ചെടുത്താൽ a/b എന്ന്. അപ്പോൾ +m - m ആവും. അപ്പോൾ ഈ കിടക്കുന്ന 2 എന്ന് പറഞ്ഞാൽ 2ന്റെ താഴെ 2 എന്ന് പറഞ്ഞാൽ 2ന്റെ താഴെ ഒന്നുമില്ലെങ്കിൽ ഒരു 1 ഉണ്ട്. ഇതാണ് എൻ്റെ അർത്ഥം. 2 എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഏത് നമ്പർ എഴുതിയാലും താഴെ 1 ഉണ്ട്. നമ്മൾ ഇത് എഴുതിയപ്പോൾ ഇതിന്റെ താഴെ ഒരു 1 കൊടുത്തല്ലേ 0. എന്നാൽ ഈ 2 എന്ന് എഴുതാൽ 2/1 എന്നാ. അതിന്റെ ഹോൾ റൈസ് ടു ഈ കിടക്കുന്ന x. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. 2 റൈസ് ടു x എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2/1 റൈസ് ടു x എന്ന് കൊടുക്കാം.
ഇത് തിരിഞ്ഞ് വീണാൽ ഇപ്പൊ ഏത് ഫോമിൽ a/b ഇവിടെ പവർ മൈനസ് ആണ്. ഈ മൈനസ് ആയിട്ട് a/b തിരിച്ചിടുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 1/2 എന്ന് എഴുതാം. ഈ 2/1 തിരിച്ചിടുമ്പോൾ 1/2 എന്ന് വെച്ചാൽ b/a തിരിച്ചിടുമ്പോൾ a/b എന്നാവും. അപ്പൊ ഈ പ്ലസ് എം എന്നുള്ളത് മൈനസ് എം ആവുന്നത് പോലെ ഈ പ്ലസ് എക്സ് എന്നുള്ളത് മൈനസ് എക്സ് എന്നാവും. പ്ലസ് എക്സ് എന്നുള്ളത് എന്താ ഇവിടെ മൈനസ് എക്സ് എന്നാവും. അപ്പൊ ഇത് തിരിച്ചിടുമ്പോൾ 2/1 തിരിച്ചിടുമ്പോൾ 1/2 എന്നാവും. അപ്പൊ ഈ പ്ലസ് എക്സ് മൈനസ് എക്സ് ആവും. കാര്യം എന്താ, അപ്പൊ ഇതിന്റെ താഴെ ഒന്നുമില്ല, ഒന്നുണ്ട്. ഇത് തിരിഞ്ഞു വീഴുമ്പോൾ 1/2 എന്ന് വീഴും. അപ്പോൾ പ്ലസ് എക്സ് എന്നുള്ളത് മൈനസ് എക്സ് എന്ന് എഴുതി. പ്ലസ് എക്സ് എന്നുള്ളത് മൈനസ് എക്സ് എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു ഇപ്പുറത്ത് എന്ത് കിടപ്പുണ്ട്, ഇപ്പുറത്ത് ഒരു 1/2 റൈസ് ടു 5x പ്ലസ് 2 എന്ന് എഴുതി. ഇത്ര എഴുതി. ഇനി ഏത് ഫോമുല, ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത് വെച്ചാൽ അതാണ്ട് ഈ ഫോമിലാണ്ട് a/m the whole raised to n. a/m the whole raised to a/m എന്ന് ആ ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ ഗുണിക്കാം, ഇത് തമ്മിൽ ഗുണിക്കാം. ശ്രദ്ധിച്ചോണം. ഇത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം. ഇത് ബാക്കിയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പുകളുടെ എണ്ണം കുറച്ചുകൂടെ ഒക്കെ കൂടുതൽ വരും. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് ഈ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഈ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കുക. അതേപോലെ ഇവിടെ വേറെ കാര്യമൊന്നുമില്ല, ഇനി വേറെ ഇന്നത്തെ പവർ ഒന്നുമില്ല. അപ്പൊ ഇത് ഇതേപോലെ എഴുതുക. ഇത് ഈ പവർ മാത്രമേ ഉള്ളൂ, ഇതിന്റെ വേറെ പവർ ഒന്നുമില്ല. അപ്പൊ ഇവിടെ രണ്ടിടത്തും നമ്മൾ എന്ത് ചെയ്യാൻ പോകും, ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോവാം. 1/2 റൈസ് ടു ഈ 3 കൊണ്ട് ഈ ഓരോ നമ്പറിനെയും ഗുണിക്കണം. ഈ രണ്ടിനെ ഞാൻ ഗുണിക്കണം. 3 കൊണ്ട് 2x ഗുണിക്കണം, 4 ഗുണിക്കണം. ഞാൻ ഗുണിക്കുവാണേ. 2x ഉണ്ട്, 2 × 3 × 2 6x. അപ്പൊ 2x 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6x മൈനസ് 3 × 4 ഈ രണ്ടിനെയും ഗുണിക്കണം 3 കൊണ്ട്. കാര്യം 12 എന്ന് കിട്ടും. ഓക്കെ. ഇൻറ്റു ഇവിടെ നോക്കിയേ, ഇവിടെ 1/2 നമുക്ക് നോക്കിയാൽ ഈ 2 കൊണ്ട് ഇത് രണ്ടേ ഗുണിക്കുക. ഇത് രണ്ടിനെ a/m the whole raised എന്ന ഫോമിലാണ് കിടക്കുന്നത്. ഇത് തമ്മിൽ ഗുണിക്കുക. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ 2 കൊണ്ട് 2x ഗുണിക്കണം, 1 ഗുണിക്കണം. 2 കൊണ്ട് 2x ഗുണിക്കുമ്പോൾ 2 × 2x എന്ന് വെച്ച് കഴിഞ്ഞാൽ 4x 2 × 1 എന്ന് വെച്ചാൽ 2 പ്ലസ് 2 × 1 എന്ന് വെച്ചാൽ 2. ഓക്കെ. ഡിവൈഡഡ് ബൈ താഴെ എന്തോടൊപ്പമുണ്ട് ഒരു 1/2 മൈനസ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇവിടെ 1/2 റൈസ് ടു 5x പ്ലസ് 2 1/2 റൈസ് ടു 5x പ്ലസ് 2 എന്ന് എഴുതാം. ഇത്രയും വരെ നമ്മൾ എഴുതി. അപ്പൊ ഇവിടെ നമ്മൾ ഈ അപ്ലൈ ചെയ്ത ഇക്വേഷനാ a/m the whole raised എന്ന് വെച്ചാൽ a/mn എന്ന് പറയുന്ന ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇവിടെ ആ ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ 2 ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിച്ചു, ഓർമ്മയുണ്ടോ? അതാണ്ട് a/m ഇൻറ്റു a/n സമം a/m പ്ലസ് n. അതിലെ താഴോട്ട് എഴുതാം. a/m ഇൻറ്റു a/n സമം a/m പ്ലസ് എന്നും a/m ബൈ a/n സമം a/m മൈനസ് n എന്ന് പറഞ്ഞ 2 ഇക്വേഷൻ പഠിപ്പിച്ചു. ഒരേ ബേസുള്ള 2 സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കൂട്ടണം. ഒരേ ബേസുള്ള 2 സംഖ്യകൾ ഹരിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കുറയ്ക്കണം. ഇവിടുത്തെ നോക്കിയേ, ഇവിടുത്തെ ബേസ് 1/2. ഇവിടുത്തെ ബേസ് എന്തോ 1/2. ഒരേ ബേസുള്ള 2 സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ പവറുകൾ തമ്മിൽ കൂട്ടണം എന്ന് വെച്ചാൽ ഇത് തമ്മിൽ കൂട്ടണം. നോക്കിയേ, ഇവിടുത്തെ ബേസ് 1/2, ഇവിടുത്തെ ബേസ് 1/2. ഒരേ ബേസുള്ള 2 സംഖ്യകൾ ഹരിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കുറയ്ക്കണം. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. അപ്പൊ ഗുണിക്കാൻ വന്നാൽ കൂട്ടുകയും ഹരിക്കാൻ വന്നാൽ കുറയ്ക്കുകയും ചെയ്യണം. നമുക്ക് ആ ട്രിക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ടിടത്തും പൊതുവായിട്ടൊരു ബേസ് 1/2 വന്നപ്പോൾ ഹരിക്കാൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹരിക്കാൻ വന്നാൽ നമ്മൾ പൊതുവായിട്ട് 1/2 ഇവിടെ a എടുത്തോണ്ടല്ലേ കൂട്ടുന്നത്, ഗുണിക്കാൻ വന്നാൽ കൂട്ടും. അപ്പൊ ഇവിടെ രണ്ടിടത്തും പൊതുവായിട്ട് ബേസ് 1/2. ഇവിടുത്തെ എക്ക് പകരം ഇവിടെ 1/2, ഇവിടുത്തെയും എക്ക് പകരം ഇവിടെ 1/2. അപ്പൊ എന്താ, ഗുണിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, മേളത്തെ കൂട്ടണം. കൂട്ടുമ്പോൾ ഏതാ, ഇത് തമ്മിൽ കൂട്ടാം. 6x മൈനസ് 12 ഇതിൻ്റെ കൂടെ ഇത് കൂട്ടണം, പ്ലസ് 4x പ്ലസ് 2 ഇത്രയും ഇത് കൂട്ടി. ഇനി എന്തുവാ, ഒരേ ബേസുള്ള 2 സംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കുറയ്ക്കണം. ഇവിടുത്തെ ബേസ് 1/2, ഇവിടുത്തെ ബേസ് 1/2 ആണെങ്കിൽ ഇതിൽ നിന്ന് ഈ പവർ കൂട്ടി കിട്ടിയതിനകത്തൊന്ന് കുറയ്ക്കണം. കുറയ്ക്കാൻ പോവാ. എന്ത് കുറയ്ക്കണം? ഇവിടുത്തെ ഇത് തമ്മിലല്ലേ കുറയ്ക്കണം. ഇത് തമ്മിൽ കുറയ്ക്കണം വെച്ചാൽ -x കുറയ്ക്കണം. -x ആണ് കുറയ്ക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു അപ്പുറത്ത് എന്തോടൊപ്പമുണ്ട് 1/2 റൈസ് ടു 5x പ്ലസ് 2 നടപ്പുണ്ട്. 5x പ്ലസ് 2 നടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മളിതാ ഇനി ഇതാ ഇക്വേഷൻ രണ്ടിടത്ത് ഉപയോഗിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ
സമത്തിന് അപ്പുറവും ഇപ്പുറവും ഉള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ മുകളിൽ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും. സമത്തിന് അപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ മുകളിൽ കിടക്കുന്ന പവറുകളും തുല്യം. ഇവിടുത്തെ ബേസ് എത്ര? 1/2. സമത്തിന് അപ്പുറത്തെ ബേസ് എത്ര? 1/2. ഈ ഒരു ബേസ് രണ്ടും ഒരേപോലെ ആക്കിയെടുക്കാനാണ് നമ്മൾ ഈ കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ടത്. ഒരേ ബേസുകൾ തുല്യമായാൽ മുകളിൽ കിടക്കുന്ന ഇവിടെ 1/2 ഇവിടെ 1/2 ആണെങ്കിൽ മേളിൽ കിടക്കുന്ന തുല്യമാണ്. ഇതും സമമാണ്, ഇത് സമമാണെങ്കിൽ ഇതും സമമാണ്. അതേപോലെ തന്നെ ഇവിടെ 5 ആണ്, ഇവിടെ 5 ആയിരിക്കണം. ഇവിടെ 10 ആണ്, ഇവിടെ 10 ആയിരിക്കണം. ഇവിടെ A ആണ്, ഇവിടെ A ആയിരിക്കണം. ഇവിടെ X ആണ്, ഇവിടെ X. രണ്ടിടത്ത് ഒന്ന് തന്നെ ആണെങ്കിൽ മേളിൽ കിടക്കുന്നതും സമമാണ്. അപ്പൊ മേളിൽ എന്ത് കിടപ്പുണ്ട്? ഈ രണ്ടിടത്തും 1/2 കൊണ്ട് മേളിൽ കിടക്കുന്ന 6x മൈനസ് 12 പ്ലസ് 4x നമുക്ക് എന്താ പ്ലസ് 2. ഇതാണ് ഇത് രണ്ട് മൈനസ് ഇല്ലേ, മൈനസ് ഇൻറ്റു മൈനസ്, ഇത് ഈ കുറയ്ക്കാനുള്ള മൈനസ്, ഇത് ഈ എക്സിന്റെ മൈനസ്, രണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്തോടൊപ്പമുണ്ട് 5x പ്ലസ് 2 എന്ന് കിട്ടി. 5x പ്ലസ് 2. ഇനി നമുക്ക് നോക്കാം 6x 4x കൂടെ കൂട്ടാം. 6x 4x കൂടെ കൂട്ടുമ്പോൾ 10x. ഓക്കെ, 10x കൂടെ ഒരു എക്സ് കൂടെ ഉണ്ട്, 11x കേട്ടോ. 6x എല്ലാടെ കൂട്ടാം. തേങ്ങ എല്ലാടെ കൂട്ടി തേങ്ങയായിട്ടും മാങ്ങ എല്ലാടെ കൂട്ടി മാങ്ങായിട്ടും എഴുതാം. തേങ്ങായും മാങ്ങാടെ കൂട്ടി മാങ്ങ എന്ന് എഴുതരുതേ ഉള്ളൂ. ഞാൻ പറയാൻ മനസ്സിലായി. എക്സ് ഉള്ള എല്ലാടെ കൂട്ടി എക്സ് ആട്ടും, സംഖ്യ എല്ലാടെ കൂട്ടി നമ്പർ എല്ലാടെ കൂട്ടി നമ്പറായിട്ടും നമുക്ക് എഴുതാം. ഇവിടെ ഉണ്ടാ 6x, ഇവിടെ 4x, ഒരു 1x. എന്നുവെച്ചാൽ 6x 4x കൂടെ കൂടുമ്പോൾ 10x ഒരു എക്സ് കൂടെ കൂടുമ്പോൾ 11x. ഇവിടെ -12, ഇത് +2. ഒരു പ്ലസ് സംഖ്യ ഒരു മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു വലുതിന്റെ ചിഹ്നം. അപ്പൊ ഇവിടെ 12ൽ നിന്ന് 2 കുറച്ചാൽ 10, വലുതിന്റെ ചിഹ്നം എത്ര? മൈനസ് ആയതുകൊണ്ട് -10 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുന്നുണ്ട് 5x പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, 5x പ്ലസ് 2 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? എക്സ് എല്ലാ ഒരു സൈഡിലാക്കാം, എക്സ് ഇല്ലാത്ത എല്ലാ ഒരു സൈഡിലാക്കാം. ഇവിടെ ഒരു 11x, ഈ പ്ലസ് 5x ഇപ്പുറത്ത് വരുമ്പോൾ -5x ഈക്വൽ ടു 2. ഇവിടെ +2 അടപ്പുണ്ട്. ഈ -10 അപ്പുറത്ത് പോകുമ്പോൾ +10 എന്നാവും, -10. ഇവിടെ +5x ഇപ്പുറത്ത് പോകുമ്പോൾ -5x ആയി, -10 അപ്പുറത്ത് പോകുമ്പോൾ +10 ആയി. ഇപ്പൊ സംഖ്യ എല്ലാ ഒരു സൈഡിലായി, എക്സ് എല്ലാ ഒരു സൈഡിലായി. ഓക്കെ ആണല്ലോ. 11x 5x കുറച്ചാൽ 6x ഈക്വൽ ടു 10 2 കൂടുമ്പോൾ 12 കിട്ടിയല്ലോ. നമുക്ക് 6x അല്ല വേണ്ടത്, എക്സ് ആണ് വേണ്ടത്. അപ്പൊ 6 എന്ത് ചെയ്തേക്കുക? ഇൻഡു ചെയ്തേക്കുക. ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ x ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ 6 × x ആണ് 6x. അപ്പൊ 6 × x ആണ് 6x. അപ്പൊ എന്താണ് 6 ഇവിടെ ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. ഡിവൈഡഡ് ബൈ 6 2. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് ഇത് മനസ്സിലാവാനും വേണ്ടി ഓരോന്ന് ഇങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഇത്ര സ്റ്റെപ്പ് ഒന്നും ചെയ്യത്തില്ല. പടപടേന്ന് ചെയ്ത് അങ്ങ് പോകും. ഞാനൊക്കെയാണ് ഇത്ര സ്റ്റെപ്പുകൾ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് ഓരോരുത്തർക്കും ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ ഓരോ ഇക്വേഷൻ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇത് ഇച്ചിരി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും 30 സെക്കൻഡ് വീതം നഷ്ടപ്പെടുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ലോക്ക് ശരിയാക്കി വെച്ചാൽ അന്ന് അർദ്ധരാത്രി 12 മണിക്ക് അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ ക്ലോക്കില് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവ് എത്ര? ഇതാണ് ചോദിക്കുന്നത്. ഇടയിലുള്ള ആംഗിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ് ഓരോ മണിക്കൂറിലും എത്ര ഡിഗ്രി എത്ര മിനിറ്റ് വീതം 30 സെക്കൻഡ് വീതം ക്ലോക്കിന് നഷ്ടപ്പെടുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. 30 സെക്കൻഡ് വീതം കുറയുവാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ രാത്രിയിൽ എത്ര? ഉച്ചയ്ക്ക് 12 മണിക്ക് ശരിയാക്കി വെച്ചു, രാത്രി 12 മണി. അപ്പൊ രാത്രി 12 മണിയാകുമ്പോൾ 12 മണിക്കൂറായി. ഉച്ചയ്ക്ക് 12 മണി രാത്രി 12 മണിയായപ്പോൾ എത്രയായി? 12 മണിക്കൂറാണ്. ഒരു മണിക്കൂറിലാണ് 30 സെക്കൻഡ് നഷ്ടപ്പെടുന്നത്. അപ്പൊ 12 മണിക്കൂറിലാണോ? ഒരു മണിക്കൂർ 30 സെക്കൻഡ് നഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡ് വെച്ചാൽ അര മിനിറ്റ്. ഒരു മണിക്കൂറിൽ അര മിനിറ്റ് വീതം നഷ്ടപ്പെടുക. അപ്പൊ 12 മണിക്കൂറിലോ 12ന്റെ പകുതി എത്ര? 6 മിനിറ്റ് ആയിരിക്കും അത് നഷ്ടപ്പെടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ എന്താണ് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ആണ്? 30 സെക്കൻഡ്സ്. ഒരു മണിക്കൂറിൽ 30 സെക്കൻഡ് നഷ്ടപ്പെടുന്നു. അപ്പൊ ഉച്ചയ്ക്ക് 12 PM ടു 12 AM ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 12 PM ടു 12 AM എന്ന് വെച്ചാൽ 12 മണിക്കൂർ. ഒരു മണിക്കൂറിൽ 30 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? അര മിനിറ്റ് എന്ന് എഴുതാം. 30 സെക്കൻഡ് എന്ന് വെച്ചാൽ അര മിനിറ്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ ഒരു മണിക്കൂറിൽ അര മിനിറ്റ് വീതം നഷ്ടപ്പെട്ട 12 മണിക്കൂറിൽ 12ന്റെ പകുതി, ഒന്നിന്റെ പകുതി അര. ഒരു മണിക്കൂർ അര നഷ്ടപ്പെടുന്നെങ്കിൽ 12 മണിക്കൂറിൽ 12ന്റെ പകുതി എത്ര? 12ന്റെ പകുതി, അത് തന്നെ 12ന്റെ പകുതി എത്ര? 6 മിനിറ്റ് ആണ് നമുക്കിവിടെ മൊത്തത്തിൽ നഷ്ടപ്പെടുന്നത്. ഇനി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്ര? ഒരു മണിക്കൂറിൽ
30 സെക്കൻഡ്. അപ്പോൾ 12 മണിക്കൂറിൽ 12 ഗുണം 30 സെക്കൻഡ്, 12 ഗുണം 30 സെക്കൻഡ് 360 സെക്കൻഡ്സ് ആണ് നഷ്ടപ്പെടുന്നത്. 360 സെക്കൻഡ് അതിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 360 ഡിവൈഡഡ് ബൈ 60. ഇപ്പോൾ 23 6 36 6 മിനിറ്റ് ആണ് നഷ്ടപ്പെടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 6 മിനിറ്റ് ഇതിനകത്ത് നഷ്ടപ്പെടുന്നുണ്ട്. ഒരു മണിക്കൂറിൽ അര മിനിറ്റ് വെച്ച് 12 മണിക്കൂറിൽ 6 മിനിറ്റ് നഷ്ടപ്പെടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ രാത്രി ഉച്ചയ്ക്ക് 12 മണിക്ക് ശരിയാക്കി വെച്ചു, രാത്രി 12 മണിയാവുമ്പോൾ യഥാർത്ഥത്തിൽ ആ ക്ലോക്ക് കാണിക്കുന്നത് 6 മിനിറ്റ് കുറച്ചാണ് കാണിക്കുന്നത്. 6 മിനിറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ 11 മണി 54 മിനിറ്റ് ആയിരിക്കും കാണിക്കുന്നത്. 11 മണി 54 മിനിറ്റ് ആയിരിക്കും ആ ക്ലോക്കിൽ അന്നേരം കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ കാണിക്കേണ്ടത് എത്രയാണ്? 12 മണിയാണ് കാണിക്കേണ്ടത്. പക്ഷേ അതിനകത്തുനിന്ന് 6 മിനിറ്റ് നഷ്ടപ്പെട്ടു. 11 മണി 54 മിനിറ്റ് എന്നേ കാണിക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഈ 11 മണി 54 മിനിറ്റിലുള്ള മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇതാണ്: 30h minus 11/2m. 30h minus 11/2m ആണ്. അപ്പോൾ 30 into h എന്ന് വെച്ചാൽ അവർ എന്ന് വെച്ചാൽ 11 ആണ്. ഓക്കെ ആണല്ലോ? 11. അപ്പോൾ ഈ 11 എന്ന് വെച്ചാൽ അവർ ആണ്. ഓക്കെ ആണല്ലോ? ഇൻറ്റു 30 എന്ന് പറയുന്നത് 54 എന്ന് പറയുന്നത് എത്രയാണ്? മിനിറ്റുമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, 30 into h 11 മൈനസ് 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ 54 എന്ന് കിട്ടും. 11 ഗുണം 3 33 330 മൈനസ് 54 2 വെച്ചിരിക്കും നമുക്ക് എത്ര ഇട്ടോ? 27 എന്നിട്ട് 27 ഗുണം 11 27 ഗുണം 10 270 270 11 കൂടും 27 കൂടുമ്പോൾ 297 എന്നിട്ടു 297 എന്ന് കിട്ടും. 230 നിന്ന് 297 കുറച്ച് കഴിഞ്ഞാൽ 33 ഡിഗ്രി എന്നുള്ള ഉത്തരം കിട്ടത്തിട്ടുള്ളൂ. 33 ഡിഗ്രി എന്ന് വെച്ചാൽ ആ പറയുന്ന ഈ ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും 30 സെക്കൻഡ് വീതം നഷ്ടപ്പെടുന്നു. 5 മിനിറ്റ് നഷ്ടപ്പെടുന്നു. രാവിലെ 12 ഉച്ചയ്ക്ക് 12 രാത്രി 12 മണി വരെ 12 മണിക്കൂറാണ്. ആ 12 മണിക്കൂറിൽ എത്ര മിനിറ്റ് നഷ്ടപ്പെടുന്നു വെച്ചാൽ 6 മിനിറ്റ്. ഒരു മണിക്കൂർ 6 മിനിറ്റ് വെച്ച് 12 മണിക്കൂർ 6 മിനിറ്റ് നഷ്ടപ്പെടുന്നു. അപ്പോൾ 11:54 എന്നുള്ളത് 11 മണി 12 മണി എന്നുള്ളത് 11 മണി 54 മിനിറ്റും. അപ്പോൾ 11 മണി 54 മിനിറ്റിന് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി നമ്മളെ കോണളവ് കണ്ടുപിടിക്കാൻ 30h minus 11/2m ഇട്ട് ചെയ്താൽ 33 ഡിഗ്രി എന്നുള്ള ഉത്തരവായിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, FJM ഈസ് ടു HFS ഈസ് ടു DKN ഈസ് ടു ഡാഷ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ? ഇതാണെങ്കിൽ ഇത് എത്ര ഇതാണോ ചോദിച്ചേക്കുന്നത് എന്നുവെച്ചാൽ FJM എന്നുള്ളത് HFS ആയി, DKN എന്നുള്ളത് എന്തായി മാറും? ഇതാണ് നമുക്ക് അറിയേണ്ടത്. കാര്യം ഒന്നില്ല, സിമ്പിൾ ആണ്. അണ്ടേ എഫിന്റെ കൂടെ ഒരു 2 ലെറ്റർ കൂട്ടിയേ, 2 ലെറ്റർ കൂട്ടിയേ. എഫിന്റെ കൂടെ 2 ലെറ്റർ കൂട്ടുക. FGH ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, H. അടുത്തത് ജെയുടെ കൂടെ ഒരു 4 ലെറ്റർ കുറച്ച്, ജെയിൽ നിന്ന് 4 ലെറ്റർ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? F കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അതേപോലെ എമ്മിന്റെ കൂടെ എമ്മിൽ നിന്ന് ഒരു 6 ലെറ്റർ കൂട്ടിയേ. ഓക്കെ, 2 4 6 ആണ് പോകുന്നത്. അണ്ട് NOPQRS എസ് ഉണ്ട്. എം അല്ലേ? NOPQRS 6 ലെറ്റർ കൂട്ടുമ്പോൾ എത്ര കിട്ടി? S എന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെറ്റർ കൂട്ടി 4 ലെറ്റർ കുറച്ചു, വീണ്ടും 6 ലെറ്റർ കൂട്ടി. 2 4 6 എന്നാണ് നമ്മൾ ഇരട്ട സംഖ്യ 2 4 6 8 10 എന്ന് പറഞ്ഞ ആ ഫോർമാറ്റാണ്. പക്ഷെ ഒരിടത്ത് കൂട്ടും, അടുത്ത് കുറയ്ക്കും, പിന്നെ കൂട്ടും. ആ ഫോർമാറ്റാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഡി കഴിഞ്ഞിട്ട് എത്ര? ഡി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്? ഒരു 2 ലെറ്റർ കൂട്ടണം. ഡിയുടെ കൂടെ ഒരു 2 ലെറ്റർ കൂട്ടണം. ഡിയുടെ കൂടെ 2 ലെറ്റർ കൂട്ടിയ EF വരും. ഓക്കെ ആണല്ലോ? അടുത്തത് കെയിൽ നിന്ന് 4 ലെറ്റർ കുറയ്ക്കണം. കെയിൽ നിന്ന് 4 ലെറ്റർ കുറച്ചാൽ G വരും. കെയിൽ നിന്ന് 4 ലെറ്റർ കുറച്ചാൽ എന്തുകൊണ്ട്? G വരും. അടുത്തത് എന്നിൽ നിന്ന് നമുക്ക് എത്ര? എന്നിന്റെ കൂടെ 6 ലെറ്റർ കൂട്. NOPQRS. ആൻസർ S വരും. മനസ്സിലായി? ST വരും. 6 ലെറ്റർ ഇല്ലയോ? NOPQRST. അങ്ങനല്ലോ 6 ലെറ്റർ കൂട്ടും. അപ്പോൾ ഇവിടെ T വരും. ആൻസർ എന്ന് പറയുന്നത് ഓക്കെ, അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് FGT ആണ്. നമ്മുടെ ആൻസർ FGT എന്ന് വെച്ചാൽ 2 ലെറ്റർ കുറച്ചു, 2 ലെറ്റർ കൂട്ടി 4 ലെറ്റർ കുറച്ചു 6 ലെറ്റർ കൂട്ടി. അതേപോലെ 2 ലെറ്റർ കൂട്ടി 4 ലെറ്റർ കുറച്ചു 6 ലെറ്റർ കൂട്ടി. അപ്പോൾ 2 കൂട്ടി 4 കുറച്ചു 6 കൂട്ടി. മനസ്സിലായല്ലോ? 2 4 6 8 ഈ ഫോർമാറ്റ് ആണ്. 1 കൂട്ടി 1 കുറച്ച് അടുത്ത കൂട്ടി, ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ ഒരു കോൺ മുകളിൽ വെച്ച് 2ആയി കട്ട് ചെയ്തു. മുകളിൽ വെച്ച് 2ആയി ഒരു കോൺ 2ആയി കട്ട് ചെയ്തു. അപ്പോൾ ആ കിട്ടുന്ന ഒരു കോണും അപ്പോൾ ഒരു ഫസ്റ്റ് റോം കിട്ടും. കോണും ഫസ്റ്റ് റോം.
അപ്പോൾ ഈ കിട്ടിയ കോണിൻ്റെയും ഫ്രസ്റ്റത്തിൻ്റെയും ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:1 ആണ് എങ്കിൽ ഇവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാര്യം ഇതിൽ വളരെ സിമ്പിൾ ആണ് കാര്യം. ഇത് PSC അങ്ങനെ എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇത് പക്ഷേ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എപ്പോഴും ഒന്നും ചോദിക്കാറില്ല. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്ന പോർഷൻസ് ഒന്നും PSC ഇങ്ങനെ ചോദിക്കാറില്ല. 10ാം ക്ലാസ്സിലെ പിന്നെ കനരൂപം അല്ലെങ്കിൽ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിനകത്ത് കിടപ്പുണ്ട്. ഇത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം അതുപോലെ +1 ഭാഗത്തിലൊക്കെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ CBSE പുസ്തകത്തിനകത്തൊക്കെയാണ് ഇതൊക്കെ ഉള്ളത്. ഓക്കെ, നമുക്കങ്ങനെ വളരെ റെയറാണ് PSC അങ്ങനെ ചോദിക്കുന്നത്. എങ്കിൽ നമുക്കിത് ചെയ്യുന്ന കാര്യം ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് നോക്കിയോ, ഒറ്റ കാര്യമുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപിക, ഇതാണ് വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ. ഓക്കെ, വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ. ഇതിനെന്ത് ചെയ്തു? രണ്ടാട്ടങ്ങ് മുറിച്ചു. ഇവിടെ വെച്ചങ്ങ് മുറിച്ചു മാറ്റി ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തങ്ങ് മാറിച്ചോ. ഓക്കെ, കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ പീസാണ് ദാണ്ട് ഇതൊരു പീസ്. ഓക്കെ, ഇതൊരു പീസാണ്. ഓക്കെ, അടുത്ത പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അടുത്ത പീസ് ഇതാണ്. ഓക്കെ, ഓക്കെ, ഇനി 2 പീസായിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ. ഇതാണ് കോൺ, ഇതാണ് ഫ്രസ്ട്രം. ഓക്കെ, ഇതാണ് ഫ്രസ്ട്രം എന്ന് പറയുന്നത്. ഫ്രസ്ട്രവും ഇത് കോണുമാണ്. ഓക്കെ, നമുക്ക് 2 പീസായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ പറയുന്ന കോണിന്റെയും ഫ്രസ്ട്രത്തിന്റെയും ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം അവർ തന്നിട്ടുണ്ട്, ഹൈറ്റുകൾ തമ്മിലുള്ള അംശബന്ധം. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2ഉം ഇതിന്റെ ഹൈറ്റ് 1ഉമാണ്. മനസ്സിലായല്ലോ. കോണിന്റെയും ഫ്രസ്ട്രത്തിന്റെയും ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത്, ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ് പറയുന്നത്. മനസ്സിലായല്ലോ, 1:2 അല്ല, സോറി 2:1. ഹൈറ്റ് H1, അടുത്ത H1ഉം H വലിയ H ചെറിയ H ഒന്നും എടുത്താൽ 2:1 നമ്മളങ്ങ് എടുത്തു. ഞാൻ എന്തിനാ H എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് വേറെ 2 നമ്പർ എടുക്കാനുണ്ട്, കാര്യം പറയാം. ഇനി നിങ്ങൾ നോക്കിയേ, ഇതും തമ്മിൽ ഇത് 2ഉം ഇത് 1ഉം. മേളത്തെയാണ് 2, ഇത് 2 റേഷ്യോയും ഇത് ഹൈറ്റ് ഇത് 1ഉമാണ്. ഓക്കെ, ഇനി 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒരു കോണിനെ രണ്ടായി മുറിക്കുമ്പോൾ കിട്ടുന്ന, ശ്രദ്ധിച്ചോണം, ഒരു കോണിനെ രണ്ടായി മുറിക്കുമ്പോൾ കിട്ടുന്ന ഈ ചെറിയ കോണിന്റെയും ഈ വലിയ കോണിന്റെയും, മനസ്സിലായല്ലോ, അല്ലെങ്കിൽ വൃത്തസ്തൂപിയെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ മുറിച്ച് കിട്ടുന്ന ഈ ചെറിയ വൃത്തസ്തൂപിയുടെ മുറിക്കാതുള്ള മൊത്തം വൃത്തസ്തൂപിക്കും 2-3 കണക്ഷൻസ് ഉണ്ട്. അതാണ് പറഞ്ഞുതരാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഉയരവും മൊത്തത്തിലുള്ള ഉയരവും ഏത് റേഷ്യോയിൽ തന്നെയാണോ അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഈ ചെറിയ കോണിന്റെ റേഡിയസും അതേപോലെ വലിയ കോണിന്റെ റേഡിയസും ഇതിന്റെ റേഷ്യോ ഏതാണോ അതേ റേഷ്യോ തന്നെ ആയിരിക്കും ഇത്. മനസ്സിലാച്ചാൽ എന്തുകൊണ്ടാ R1ഉം R2ഉം ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും. അതേപോലെ ഈ ചരിവുയരം, സ്ലാൻഡ് ഹൈറ്റ്, ഇതിനെ ചരിവുയരം എന്ന് പറഞ്ഞാൽ ഇതിന്റെയും ഇതും, അല്ലെങ്കിൽ L1:L2 അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റിന്റെ L2 എന്ന് പറയുന്നത് ചരിവുയരവും എല്ലാം ഒരേ റേഷ്യോ തന്നെ ആയിരിക്കും. ഒറ്റക്കാര്യം മനസ്സിലാക്കുക. ഈ ഫസ്റ്റ് വിട്ടേരെ, അല്ലാതെ ഞാൻ ഈ കാര്യം പറയുന്നത്, ഈ പറയുന്ന ഒരു കോണിനെ രണ്ടായിട്ട് മുറിച്ചു മാറ്റിയാൽ ആ മുറിച്ച് കിട്ടുന്ന ആ ഒരു കോണും മുറിക്കാതുള്ള ആ വലിയ കോണിന്റെയും പാരങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഏതാണോ അതേ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും ഉയരങ്ങളും, അതേ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും ചരിവുയരവും. ചരിവുയരം ഏത് അംശത്തിലാണോ അതേ അംശത്തിലായിരിക്കും ആരവും, അതേ അംശത്തിലായിരിക്കും ഉയരം. എന്നുവെച്ചാൽ ഇതിന് 3നും ഒരേ റേഷ്യോ തന്നെ ആയിരിക്കും, ഒറ്റ റേഷ്യോ ആയിരിക്കും 3നും വരുന്നത്. ഓക്കെ ആണല്ലോ. ആ ഒരു ഒറ്റ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതിനെ ചെയ്യാൻ പറ്റുന്നത്, ഇത് ലാസ്റ്റ് നമ്മൾ ചെയ്തോളൂ. ആദ്യം ഇവരെ തമ്മിൽ ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാം. നോക്കിക്കോ, ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ചെറുതിന്റെ ഉയരം 2ഉം ഇതിന്റെ ഉയരമാണ് 2, ഇതിന്റെ ഉയരം 1. അപ്പൊ ഇവിടം വരെ 2ഉം ഇത് 1. ഈ ചെറിയ കോണിന്റെയും വലിയ കോണിന്റെയും ഉയരങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്ന് വെച്ചാൽ നമുക്ക് എന്താ എഴുതാം?
H1:H2 എന്ന് പറയുന്നത്. ഓക്കെ, ചെറുതിന്റെ ഉയരം 2 ആണെന്ന് പറയുന്നത്, അത് തന്നെയാണ് ഇത് 2 എന്ന് പറയും. 2 അവിടെ 2 കൊടുത്തു. ഈസ് 2. വലുതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലാണ് വലുതിന്റെ ഉയരം. അതെങ്ങനെ വരുന്നത്? ഇവിടെ വരെ 2ഉം ഇത് 1, അത് 2 കൂടെ കൂട്ടുന്ന മൊത്തോടെ കൂട്ടുന്നില്ല, ഇവിടെ 3, അപ്പൊ ഇവിടെ ഉയരം വലുതിന്റെ ഉയരം. അപ്പൊ ഇതിനെ കണക്ട് ചെയ്ത് നമ്മൾ പറയുന്നത് ഇതിന്റെ 1, ഇത് 2, അത് 2 തന്നെ നമ്മൾ കൊടുത്തു. ഇനി മൊത്തത്തിൽ ഇതോടെ മൊത്തം വലുതിയ കോണിന്റെ ഉയരം എന്ന് പറയുന്നത് ഈ വലുതിന്റെ എന്ന് പറയുന്നത് ഇത്രയും വരും. അതെന്താണ്? ഈ 2ഉം ഇത്രയും ഭാഗം 1, ഇത് 2, അത് 2 കൂടെ കൂട്ടുന്നില്ല, ഇവിടെ 3. അപ്പൊ എന്താണ്? ഇവിടെ ഉയരങ്ങൾ തമ്മിൽ അംശം തെറ്റിച്ചിടോ 2:3 എന്ന് കിട്ടി. ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും ഇതിന്റെ ആരങ്ങൾ തമ്മിലുള്ളതും, അതേപോലെ തന്നെ ഇവയുടെ ആരങ്ങൾ തമ്മിലുള്ള ഉയരവും അതേപോലെ റേഷ്യോയും, അതേപോലെ സ്ലാൻഡ് ആയിട്ട് ചരിവ് ഉയരവും എല്ലാം ഇതേ റേഷ്യോ. അപ്പൊ ഇവയുടെ ആരങ്ങൾ ഈ ചെറുതിന്റെയും വലുതിന്റെയും ആരങ്ങൾ തമ്മിൽ, ഇത് R1ഉം ഇത് R2 ഇല്ലയോ തമ്മിലുള്ള റേഷ്യോ, R1:R2 എന്ന് പറയുന്നതും ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും, 2:3 ആയിരിക്കും. ഇനി ചരിവ് ഉയരം ചോദിച്ചാലും ഇതേ 2:3 ആയിരിക്കും. ഇതിനെ ഈ ചെറുതും ഈ വലുതിന്റെ ഇതിവിടെ നിൽക്കട്ടെ. ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് ഇവയുടെ വ്യാപ്തം കണ്ടുപിടിക്കാം. വ്യാപ്തം ഈ ചെറുതിന്റെയും വലുതിന്റെയും ചെറിയ കോണിന്റെയും വലിയ മൊത്തത്തിലുള്ള കോണിന്റെയും വ്യാപ്തം V1:V2 വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 പൈ R², ഒന്നാമത്തിന്റെ R² 1 H1 ഉയരം. ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തോ πr² h അല്ലയോ? കോണിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തോ πr² h ആണ്. അപ്പൊ എന്തോ വലുതിന്റെ 1/3 πr² h1 ഈസ് 2. ഇനി ചെറുതിന്റെ ഇനി വെച്ചാൽ ഇത് മൊത്തത്തിലുള്ള ഈ ചെറുതാണ്, ഈ ഭാഗമാണ് നമ്മൾ എഴുതുന്നത്. ഇനി മൊത്തത്തിലുള്ളത് 1/3 പൈ R²2. കാര്യം രണ്ടാമത്തിന്റെ വലുതിന് നമ്മൾ 2 എന്ന് അവിടെ തന്നെ R2 R²2 H2 എന്ന് കൊടുക്കാം, H2. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ചെറിയ കോണിന്റെയും ഈ വലിയ കോണിന്റെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ എന്ത് ചെയ്യാം? ഈ 1/3യും ഈ 1/3 ക്യാൻസൽ ആയി പോകും, ഈ പൈയും ഈ പൈയുടെ ക്യാൻസൽ ആയി പോകും. കാര്യം റേഷ്യോ ഇല്ല. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, A:B നമുക്ക് എങ്ങനെ എഴുതാം? A/B എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്താ 1/3 πr² H1 ഡിവൈഡഡ് ബൈ 1/3 πr²2 H2 എന്ന് പറയുമ്പോൾ എന്താ? ഈ 1/3 പൈയും പൈയുടെ ക്യാൻസൽ ആയി. ഇങ്ങനെയാണ് ഇത് ക്യാൻസൽ ആയി പോകുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, ഇനി ബാക്കി എന്തുണ്ട്? V1:V2 എന്ന് പറയുന്നത് എന്താണ്? R1 എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ സ്ക്വയർ, R1 എന്ന് പറഞ്ഞാൽ 2 ആ, 2ന്റെ സ്ക്വയർ ഇൻറ്റു H1 എന്ന് പറയുന്നത് 2 ആണ്, ഈസ് 2. അടുത്തത് R2 എന്ന് പറയുന്നത് 3 ആണ്. R² ആകുമ്പോൾ 3യുടെ സ്ക്വയർ ഇൻറ്റു H2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 4, 2ന്റെ സ്ക്വയർ എത്ര? 4 4 ഗുണം 2 4 ഗുണം 2 ഈസ് 2. അടുത്തത്ര 3ന്റെ സ്ക്വയർ 9 ഗുണം 3 എന്ന് വെച്ചാൽ 24 8:27 എന്നിട്ട് 8:27. ഈ 8:27 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ചെറിയ കോണിന്റെയും വലിയ മുറിക്കാതുള്ള മൊത്തത്തിലുള്ള വലിയ കോണിന്റെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ചെറിയ കോണിന്റെയും ഈ വലിയ മുറിക്കാത്ത വലിയ കോണിന്റെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്ന് വെച്ചാൽ 8:27. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ചെറിയ കോണിന്റെയും ഈ മൊത്തത്തിലുള്ള വലിയ കോണിന്റെ അല്ല, ഈ ചെറിയ കോണിന്റെയും ചെറിയ കോൺ കഴിഞ്ഞുള്ള ബാക്കിയുള്ള ഈ ഭാഗത്തിന്റെയും മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യും? ഇതിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ പ്രകാരം കോൺ ഈസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കോണിന്റെ റേഷ്യോ 8. ഈ കോണെന്ന് ഉദ്ദേശിക്കുന്ന ഈ കോണാണ്. ഈ കോണിന്റെ റേഷ്യോ ഇതായി ഇവിടുത്തെ 8 തന്നെ. ഈ കോണം നമ്മൾ ചെറിയ കോണാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എത്രയാണ്? 8 എന്നുള്ള ഉത്തരം കിട്ടി. അത് തന്നെ ഇവിടെ 8:2. ഈ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിലുള്ളയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 27 എന്ന് കിട്ടിയിരിക്കുന്നത് മൊത്തത്തിലുള്ള. നമുക്ക് മൊത്തം വേണ്ട, ഇതിനെ ഒഴിവാക്കണം. ഇത് ഒഴിവാക്കി ഇത്ര ഭാഗം മാതിരി ഇതെത്ര നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 8 ആണ്. 8 കുറച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര? 8:27 കുറച്ചു കഴിഞ്ഞാൽ 19. ആൻസർ 8:19. 8:27 എന്ന് വെച്ചാൽ ഈ ചെറിയ കോണിന്റെയും വലിയ കോണിന്റെയും മൊത്തം. നമുക്ക് ഈ ചെറിയ കോണും പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി മതി. ഈ മൊത്തത്തിൽ 27 ഈ ഭാഗം വരെ 8 അല്ലേ ഉള്ളൂ. 8 കുറച്ചാൽ ബാക്കിയുള്ള 19 ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ആൻസർ 8:19 ആയിരിക്കും. 8:19 ആണ് നമ്മുടെ എന്ന് പറഞ്ഞത് കോണിന്റെയും ഫസ്റ്റത്തിന്റെയും പിന്നെ കോണിന്റെ ഫസ്റ്റത്തിന്റെയും ഇത് നമ്മളെ റേഷ്യോ എന്താണ്? വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 8:19 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ?